എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1794 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ശ്രീലേഖ ജി, BHMS, ഹോമിയോപ്പതിക് കൺസൾട്ടന്റ്, അസിസ്റ്റന്റ് ഡോക്ടർ രാമകൃഷ്ണൻ, RV നാഥൻ, ചിൽഡ്രൻസ് ക്ലിനിക്, നെല്ലേപ്പള്ളി, പാലക്കാട്. ആദ്യമായി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ഡോക്ടറെ IFPHന്റെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശ്വാസകോശ രോഗങ്ങളും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ശ്രീലേഖ ജിയെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ. അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നന്ദി ഡോക്ടറിന് സ്വാഗതം ചെയ്തതിന്. അപ്പൊ എന്റെ പേര് ശ്രീലേഖ, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. രാമകൃഷ്ണൻ ഡോക്ടറുടെ കൂടെ പിരിക്കാൻ തുടങ്ങിയിട്ട് 3-4 years ആയി, 3-4 വർഷങ്ങളായി. അപ്പൊ അവിടുന്ന് കിട്ടിയ കുറച്ച് കേസസ്, അല്ലെ ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഡെയിലി പ്രാക്ടീസിന് ആവശ്യമുള്ള കേസസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അത് മെയിൻ ആയിട്ട് റെസ്പിറേറ്ററി ഡിസീസസ് ആണ് പറയാൻ പോകുന്നത്. നമുക്ക് ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് റെസ്പിറേറ്ററി ഡിസീസസ് ആണ്. അപ്പൊ ആ റെസ്പിറേറ്ററി ഡിസീസസിൽ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നതും ക്ലിനിക്കിൽ എപ്പോഴും വരുന്നതുമായിട്ടുള്ള കുറച്ച് കേസസ് ആണ് ഞാനിവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇവിടെ പറയുന്ന എല്ലാ കേസസും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ക്ലിനിക്കിൽ വന്ന് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ഞാൻ തന്നെ ഈ കാണിക്കാൻ പോകുന്ന കേസസ് എല്ലാം പേഷ്യൻസിന് കൊടുത്തിട്ട് ഒരു 100s of cases കൊടുത്ത് എല്ലാം റിസൾട്ട് കിട്ടിയതാണ്. അതേപോലെ സാർ ഒരു 45+ years ആയി സാറ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സാറും ഇതേപോലെ ഈ മെഡിസിൻസ് ഒരു 1000s of കേസിന് കൊടുത്തിട്ട് എല്ലാം ഫീഡ്ബാക്ക് കിട്ടിയതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡേ ടു ഡേ പ്രാക്ടീസിന് കാണാം, വിത്ത് റിപ്പീറ്റ്ലി വെരിഫൈഡ് ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. മെയിൻ ആയിട്ടെല്ലാം ഒരു ഒബ്സർവേഷൻ ആണെന്ന് എപ്പോഴും സാറ് പറയാറുണ്ട്. രാം സാറ് പറയും, ഒരു പേഷ്യന്റ് വരുമ്പോൾ നമുക്ക് ഒബ്സർവേഷന് നമുക്കിപ്പോ ഒരു പോയിന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മെഡിസിൻ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാണ്, ഒരു ഒബ്സർവേഷൻ കണ്ടിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് സിമിലിമം എന്ന് എപ്പോഴും പറയും. അതിനേക്കാളും വലിയൊരു സിമിലിമം ഇല്ല എന്നും പറയും. ലൈക്ക് ഒബ്സർവേഷന് കിട്ടുന്നതാണ് ഏറ്റവും വലിയ സിമിലിമം എന്ന് പറയും. അപ്പോ അതാണ് ഞാൻ ഇവിടെ പറയാൻ പോണത്. കാണുന്നുണ്ടല്ലോ അല്ലെ സ്ലൈഡ്? ഉണ്ട്, കാണുന്നുണ്ട്. അപ്പൊ തുടങ്ങുകയാണ്. റെസ്പിറേറ്ററി കേസാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഈ ഒരു കാണിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ ആസ്മാറ്റിക് വീസിങ് ബിക്കം ബെറ്റർ വിത്തിൻ 2 days, ഇത് ഒരു കേസിന്റെ പ്രിസ്ക്രിപ്ഷൻ അല്ല. എന്താ പറയാ, 100s and 1000s of കേസസ് ഇതിൽ കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു പ്രിസ്ക്രിപ്ഷൻ ആണ്. അതായത് ഇപ്പം ഒരുപാട് കേസസ് ആസിഡ് സൾഫും നാട്രം സൾഫും, അതാണ് മെയിൻ ആയിട്ടുള്ള മെഡിസിൻസ്. ആസിഡ് സൾഫ് 30 കൊടുത്തൊരു 10 minutes കഴിഞ്ഞിട്ട് നാട്രം സൾഫ് 6x, രണ്ടും അവർലി ടിൽ ബെറ്റർ കൊടുക്കുക. എന്താ പറയാ, ഇപ്പൊ ഇതില് നമ്മൾ നാട്രം സൾഫ് 6x മെഡിക്കേറ്റഡ് വിത്ത് അരേലിയ റെസിമോസ, മദർ ടിഞ്ചർ ആൻഡ് ക്യാംഫർ 3x എന്ന് പറയുന്നുണ്ട്. ചില കേസസിൽ ആസിഡ് സൾഫും വെറുതെ നാട്രം സൾഫ് മാത്രം കൊടുക്കും. ചിലതിൽ നാട്രം സൾഫ് 6x മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ മാത്രം കൊടുക്കും. അല്ലെങ്കിൽ ചിലതിൽ അരേലിയ റെസിമോസയും കൂടെ ആഡ് ചെയ്യും. മെയിൻ ആയിട്ട് ഒരു 50 grams ഒരു 25 grams ഒരു കണ്ടെയ്നർ എടുക്കും. അപ്പൊ അതിലാവുമ്പോ എന്താ വെച്ചാൽ ഒരു 25-30 ടാപ്സ്, ഒരു 50 ടാപ്സ് ഒക്കെ നാട്രം സൾഫ് കൊള്ളും 6x. നമ്മൾ 1 grain ടാപ്സ് ആണ് യൂസ് ചെയ്യുക. എന്നിട്ട് അതിൽ കുറച്ചൊരു 3 drops ക്യാംഫർ 3x-ഉം ഒരു 3 drops അരേലിയ റെസിമോസ മദർ ടിഞ്ചറും വെച്ച് മെഡിക്കേറ്റ് ചെയ്യും. എന്നിട്ട് അതിന്ന് ഒരു ടാബ്ലറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആസിഡ് സൾഫ് 30 കൊടുക്കുക, ഒരു 10 minutes കഴിഞ്ഞിട്ട് നാട്രം സൾഫ് 6x മെഡിക്കേറ്റഡ് വിത്ത് അരേലിയ റെസിമോസ മദർ ടിഞ്ചർ ആൻഡ് ക്യാംഫർ 3x. ഭയങ്കര സിവിയർ കേസസിലൊക്കെ ആകുമ്പോൾ അവർലി കഴിക്കാൻ പറയും. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ എന്താ പറയാ, നല്ല വീസിങ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്ന് കുറയുന്ന വരയ്ക്കും അവർലി കഴിക്കാൻ പറയും. പക്ഷെ ഉറങ്ങുന്ന സമയത്ത് വേണ്ട, അല്ലാത്ത സമയത്ത് അവർലി കഴിക്കാൻ വേണ്ടി പറയും. അതൊന്ന് ബെറ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 3 times 4 times കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെയാണ് ചെയ്തു വരാറ്. ഇപ്പൊ മെയിൻ ആയിട്ട് അരേലിയ റെസിമോസയൊക്കെ ആഡ് ചെയ്യുക. ചിലപ്പോൾ കുട്ടികൾക്ക് വീസിങ് ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ ഭയങ്കര നൈറ്റ് കഫ് ആയിരിക്കും. നൈറ്റ് കഫ് നല്ല പൊതുവെ നൈറ്റിൽ എസ്പെഷ്യലി കൂടുതൽ, അവർക്കൊന്നും കിടക്കാൻ പോലും പറ്റില്ല. എപ്പോഴും ചുമച്ചുകൊണ്ടേയിരിക്കും കുട്ടികൾ, ഒന്ന് കിടക്കാൻ പോലും പറ്റില്ല, നിർത്താതെ ചുമയ്ക്കും. നമുക്ക് ആ ലങ്സ് കാണുമ്പോഴേ, മീൻസ് അത് ചുമക്കുന്നത് കേൾക്കുമ്പോഴേ അറിയാം, മീൻസ് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള പോലത്തെ ചുമയാണ്. അതിനാണ് മെയിൻ ആയിട്ട് നാട്രം സൾഫ് ഇൻഡിക്കേറ്റ് ചെയ്യുക. പിന്നെ അരേലിയ റെസിമോസയും ക്യാംഫറും ആണ്. ഇനിയിപ്പോ അത്ര ചുമയൊന്നും ഇല്ല, ജസ്റ്റ് വീസിങ് മാത്രമാണെങ്കിൽ
ആസിഡ് സൾഫ് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നാട്രം സൾഫത്ത് ക്യാംഫർ മാത്രം കൊടുത്താലും മതി. ഇനി അതിന്റെ കൂടെ നല്ല കഫ് ഉണ്ടെങ്കിൽ പിന്നെ ആസിഡ് സൾഫും നാട്രം സൾഫത്ത് അരയില ക്യാംഫർ രണ്ടും കൂടെ കൊടുക്കുക. പിന്നെ മേലെ എഴുതിയിട്ടുണ്ട് 3 drops ഓഫ് ആർസാൽ 30 ആൻഡ് എപ്പിക്കാക് 30 in 1 spoon ഓഫ് വാട്ടർ ഫ്രം ക്ലിനിക് ഇറ്റ് സെൽഫ്. അതെന്താ വെച്ചാൽ നമുക്കിപ്പോ പെട്ടെന്ന് ഇപ്പൊ ഒരുപാട് വീസിങ് ആയിട്ട് ഒരു കുട്ടി ഭയങ്കര ക്ഷീണത്തിൽ വരുമ്പോ ആ കുട്ടിക്ക് ജസ്റ്റ് എന്താ പറയാ ഒന്ന് ആ ഒരു സഫറിങ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. അതാകുമ്പോൾ ഒരു സ്പൂൺ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് മെയിൻലി യൂസ് ചെയ്യാം. ഒരു സ്പൂൺ ഡിസ്റ്റിൽഡ് വാട്ടർ ടീസ്പൂൺ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ട് അതിൽ 3 ഡ്രോപ്സ് ആർസാൽബ് 30 ഡൈല്യൂഷൻ ആഡ് ചെയ്യും. അതേപോലെ 3 ഡ്രോപ്സ് എപ്പിക്കാക് 30 ആഡ് ചെയ്യും. അപ്പൊ അത് കൊടുത്ത ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുട്ടിന്റെ ആ ഒരു ഭയങ്കര ഒരു സഫറിങ് കുറയും. അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ആസ്മാറ്റിക് വരുന്ന മിക്ക കേസുകളിലും ഇത് കൊടുക്കാറുണ്ട്. 3 ഡ്രോപ്സ് ആർസാൽ 30 അതേപോലെ 3 ഡ്രോപ്സ് എപ്പിക്കാക് 30 1 ടീസ്പൂൺ ഓഫ് വാട്ടർ. അത് ക്ലിനിക്കിൽ നിന്ന് ഒരൊറ്റ ഡോസേ കൊടുക്കുള്ളൂ. പിന്നെ അത് വേണ്ട. കാരണം അത്രയും ഉള്ള ഒരു സഫറിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ കൊടുക്കുന്നതെല്ലാം ആസിഡ് സൾഫ് 30 പിന്നെ അത് കഴിഞ്ഞിട്ട് കൊടുത്തയക്കണത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നാട്രം സൾഫ് 6x മെഡിക്കേറ്റഡ് വിത്ത് അരേലിയ റെസിമോസ ആൻഡ് ക്യാംഫർ ആണ്. അവർലി കഴിക്കാൻ പറയും. പിന്നെ ബെറ്റർ ആയ 4 ടൈംസ്. നമ്മൾ കൊടുക്കുക ആസിഡ് സൾഫ് കൊടുക്കുക പിൽസിലാക്കിയിട്ടാണ് കൊടുക്കുക. നമ്പർ 30 പിൽസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ അതാകുമ്പോൾ ചെറിയ സൈസ് ഉള്ള പിൽസ് ആയിരിക്കും. അപ്പൊ ഒരു ആസിഡ് സൾഫ് ഒരു 5 പിൽസ് കഴിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴിക്കാൻ വേണ്ടി പറയും. ഇങ്ങനെയാണ് ചെയ്തു വരിക. ഇപ്പൊ ഒരുപാട് കേസസ് ഒക്കെ ഇപ്പൊ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പൊ റെക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും ആസ്മാറ്റിക് അറ്റാക്സ്. അപ്പൊ അതുപോലെയുള്ളപ്പോ എന്ത് ചെയ്യും വെച്ചാല് നമ്മൾ അവരുടെ അടുത്തും ഇപ്പൊ ഒന്ന് കുറയുന്ന വരയ്ക്കും അവർലി കഴിക്കാൻ പറയും. പിന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോങ് ടേമിന് മേ ബി ചില കുട്ടികളൊക്കെ ഒരു 1 ഇയർ വരയ്ക്കും കഴിക്കും. ചിലവർക്ക് ഒരു 5-6 months അല്ലെങ്കിൽ 8 months, ചിലർ 1-1.5 years വരയ്ക്കും കഴിക്കും. അത് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ടെൻഡൻസി റെക്കറന്റ് ആയിട്ട് വരാനുള്ള ആസ്മാറ്റിക് ടെൻഡൻസി തന്നെ നമുക്ക് റൂട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടം പോലെ കുട്ടികൾക്ക് അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തെങ്കിലും അപ്പൊ നമുക്ക് പറയുക അവരോട് ചില സമയത്ത് റെക്കറന്റ് ആയിട്ട് ഇങ്ങനെ അറ്റാക്ക് വരും. അപ്പൊ അറ്റാക്ക് വരുമ്പോ അവർലി കഴിക്കുക. അതല്ലെങ്കിൽ 3 ടൈംസോ 4 ടൈംസോ ഡെയിലി കഴിക്കുക. എന്നിട്ട് അങ്ങനെ പതുക്കെ 4 ടൈംസ് ആണ് ആദ്യം കൊടുക്കണമെങ്കിൽ പിന്നെ കുറഞ്ഞു അങ്ങനെ റെക്കറന്റ് ഫ്രീക്വന്റ് അറ്റാക്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അതിനെ 3 ടൈംസ് ആക്കുക, പിന്നെ 2 ടൈംസ് ആക്കുക, അങ്ങനെ പിന്നെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ആസ്മന്റെ ആ റൂട്ട് തന്നെ നമുക്ക് എന്താ പറയാ റൂട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇത് പറയണത്. ഇനി ഇതേപോലെ തന്നെ ഇത് എല്ലാ കേസസിനും ആസിഡ് സൾഫും ഈ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് മീൻസ് എന്താ പറയാ ക്യൂർ ആവാത്ത ഒരു കേസും മീൻസ് എല്ലാ കേസും ക്യൂർ ആണ്. ഫെയിൽ ആയ ഒരു കേസ് പോലും ഇല്ല. അതാണ് ഇതിൻ്റെത്. ഇതേപോലെ തന്നെ ചിലപ്പോൾ കുറച്ചും കൂടെ സിവിയർ ആയിട്ട് വരാം ആസ്മാറ്റിക് വീസിങ്. ഇത് അതിന്റെ പോയിന്റ്സ് ആണ്. ആർസാൽ 30 ആസിഡ് സൾഫും നാട്രം സൾഫും പറയുമ്പോൾ ലാരിങ്സ് ഗോസ് അപ്പ് ആൻഡ് ഡൗൺ വയലന്റ്ലി. അതാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞല്ലോ ഒബ്സർവേഷൻ എന്ന് പറയും. നമ്മൾ ആസ്മാറ്റിക് പേഷ്യൻസ് വരുമ്പോൾ ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിലും അവരിങ്ങനെ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും. ഇതിങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോകണ്ട. അത് ആസ്മാറ്റിക് പേഷ്യൻസിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതാണ് ആസിഡ് സൾഫ് സെലക്ട് ചെയ്യാനുള്ള റീസൺ. ലാരിങ്സ് ഗോസ് അപ്പ് ആൻഡ് ഡൗൺ വയലന്റ്ലി നമ്മൾ ആസ്മാറ്റിക് പേഷ്യൻസിൽ കാണാൻ പറ്റും. അങ്ങനെ ഒബ്സർവേഷനിൽ അത് കാണുകയാണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട, ആസിഡ് സൾഫ് കൊടുത്താൽ മതി. പിന്നെ നാട്രം സൾഫ് എല്ലാവർക്കും അറിയാം ആസ്മയ്ക്ക് ബെസ്റ്റ് റെമഡി ആണ്. പ്രത്യേകിച്ച് ആസ്മ ഇൻ ചിൽഡ്രൻ ആണ്, അതറിയാം. പിന്നെ അരേലിയ റെസിമോസ പറഞ്ഞു ആസ്മ ഓൺ ലൈയിങ് ഡൗൺ അറ്റ് നൈറ്റ് വിത്ത് സ്പാസ്മോഡിക് കഫ് വേഴ്സ് ആഫ്റ്റർ ഫസ്റ്റ് സ്ലീപ്പ് വിത്ത് ടിക്ലിംഗ് ഇൻ ത്രോട്ട് കൺസ്ട്രിക്ഷൻ ഓഫ് ചെസ്റ്റ് അതൊക്കെ പറഞ്ഞു. മീൻസ് അരേലിയ ഇപ്പൊ ആസ്മ ഓൺ ലൈയിങ് ഡൗൺ അറ്റ് നൈറ്റ് ആണെങ്കിലും രാത്രി തന്നെ വരണം എന്നില്ല. എപ്പോഴാണെങ്കിലും നമുക്ക് അരേലിയ റെസിമോസ കൊടുക്കാം. അത് വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ ഇപ്പൊ ഒരു കേസ് ഇപ്പൊ ഓർമ്മ വരുന്നത് ഒരു 4-5 മാസം മുന്നേ ഒരു 10 വയസ്സായ കുട്ടിക്ക് ഇതേപോലെ ആസ്മാറ്റിക് അറ്റാക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതൊന്നും കൊടുത്തില്ല. അരേലിയ റെസിമോസ മദർ ടിഞ്ചർ മാത്രം ഏർലി മോർണിംഗ് ആൻഡ് നൈറ്റ് ഒരു 5 ഡ്രോപ്സ് ഒരു 1/4 ഗ്ലാസ് ചൂട് വെള്ളത്തിൽ കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10-12 വയസ്സായ കുട്ടിയാണ്. അത് കഴിക്കാൻ പറഞ്ഞു. പിന്നെ നാട്രം സൾഫ് വിത്ത് ക്യാംഫർ അത് ഒരു ഗുളിക വെച്ചിട്ട് 3 നേരം കഴിക്കാൻ പറഞ്ഞു. അവര് വന്നത് എന്താ വെച്ചാൽ റെക്കറന്റ് ആയിട്ട് ഇങ്ങനെ കംപ്ലൈന്റ്സ് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഇത് കഴിക്കാൻ വേണ്ടി കൊടുത്തു. ഒരു മാസം 2 മാസം കഴിയുമ്പോഴേക്കും പിന്നെ അവർ പറഞ്ഞു അതിനുശേഷം വന്നിട്ടേ ഇല്ല എന്ന്. പക്ഷെ ആ കുട്ടി പിന്നെയും അതിങ്ങനെ കുറച്ചു കാലം ഒരു 4-5 months ഒക്കെ അത് കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് ഒരു ഇതുമില്ല. ഇപ്പൊ ഏകദേശം ഒരു 6 months ആയിട്ടുണ്ടാവും, 5-6 months ആയിട്ടുണ്ടാവും. ഇതുവരെയ്ക്കും ആ കുട്ടിക്ക് അങ്ങനെ കംപ്ലൈന്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് ഇതേ മെഡിസിൻസ് തന്നെ എല്ലാത്തിലും വേണമെന്നില്ല. വേണമെങ്കിൽ ചിലപ്പോൾ അരേലിയ റെസിമോസ മദർ ടിഞ്ചറും നാട്രം സൾഫ് ക്യാംഫർ ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആസിഡ് സൾഫ് 30 നാട്രം സൾഫ് 6x മാത്രമായിട്ട് കൊടുക്കാം. പക്ഷെ ഇതെല്ലാം ആസ്മയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. ഇതിപ്പോ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ.
ഇനി ഇതന്നെ കുറച്ചും കൂടെ ഇപ്പൊ ചിലപ്പോൾ വയലന്റ് ആയിട്ട് വരാം. അതായത് പേഷ്യന്റ് ഇങ്ങനെ കണ്ണ് തള്ളിപ്പോവും ആസ്മാറ്റിക് അറ്റാക്ക് വന്നിട്ട്. ഇപ്പൊ ഞാൻ അവിടെ രാംസാറിന്റെ ഇവിടെ പോയപ്പോൾ ഒരു ആദ്യം തുടക്കത്തില് ഒരു കേസ് വന്നപ്പോ രാംസാർ ഇങ്ങനെ സ്റ്റെത്ത് വെച്ച് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഭയങ്കര വീസിങ് ആയിരുന്നു. അപ്പൊ എനിക്ക് കണ്ടിട്ട് പേടിയായി. ഈ കുട്ടിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ അതോ റെഫർ ചെയ്യണോ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ സാറ് പറഞ്ഞു കാലിനൈട്രിക്കും സൈലീഷ്യയും കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. കാലിനൈട്രിക്കും 30 കൊടുത്തു, സൈലീഷ്യ 6x വിത്ത് ക്യാംഫറോണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർലി കഴിക്കാൻ പറഞ്ഞു. പിന്നെ ഒരുപാട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒന്ന് വരാൻ വേണ്ടി പറയും ആ കുട്ടിയുടെ അടുത്ത്. അപ്പൊ വന്നപ്പോ ആ കുട്ടിക്ക് പിന്നെ വീസിങ് ഒന്നുമില്ല, എല്ലാം നോർമൽ ആയിരുന്നു. അപ്പൊ കുറച്ചും കൂടെ സിവിയർ വീസിങ്, അതായത് വിത്ത് എക്സ്ട്രീം ഗ്യാപ്പിംഗ് വിത്ത് എക്സ്ട്രീം സഫക്കേഷൻ പറഞ്ഞു വെച്ചാൽ ശ്വാസം മുട്ടൽ കാരണം കണ്ണ് തള്ളി പോവുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അത്രയും സിവിയർ ആയിട്ടുള്ള വീസിങ്ങിന് കൊടുക്കുന്ന മെഡിസിൻ ആണ് കാലിനൈട്രിക്കും. അതേപോലെ കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സൈലീഷ്യ 6x വിത്ത് ക്യാംഫർ. ഇനി നല്ല ചുമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരേലിയ റെസിമോസ മദർ ടിഞ്ചറും കൂടെ അതിൽ ആഡ് ചെയ്യാം. സൈലീഷ്യ 6x വിത്ത് ക്യാംഫർ 3x ആൻഡ് അരേലിയ റെസിമോസ മദർ ടിഞ്ചർ. അപ്പൊ അത് ഒരു അവർലി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് റൂട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് രണ്ടും ലോങ് ടേമിന് കൊടുക്കാം. ഒരു 4 ടൈംസ് കൊടുക്കാം. പിന്നെ കുറഞ്ഞു വരുമ്പോൾ 3 ടൈംസ് കൊടുക്കാം. അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ നമുക്കിത് കുറച്ചു വരാൻ വേണ്ടി പറ്റും. ഇത് ഈ 2 പ്രിസ്ക്രിപ്ഷൻസും ആണ് നമുക്ക് കോമൺ ആയിട്ട് കൊടുക്കാവര്. ഏത് ആസ്മാറ്റിക് കേസ് വന്നാലും നമുക്ക് കണ്ണടച്ച് കൊടുക്കാൻ പറ്റുന്ന 2 പ്രിസ്ക്രിപ്ഷൻ ആണ്. ഒന്ന് ആസിഡ് സൾഫും നാട്രം സൾഫും, പിന്നെ ഒന്ന് കാലിനൈട്രിക്കും സൈലീഷ്യം. ഒരുപാട് സിവിയർ ആണെങ്കിൽ കാലിനൈട്രിക്കും സൈലീഷ്യം. ഇത് രണ്ടും കണ്ണടച്ച് കൊടുക്കാം. ഒരു കേസ് പോലും ഇന്നേ വരെ ഫെയിൽ ആയിട്ട് കണ്ടിട്ടില്ല. അത് കൊടുത്തിട്ട് മാറിയില്ല എന്ന് പറഞ്ഞ് വന്നിട്ടില്ല. എല്ലാ കേസും ഇത് കൊടുത്തിട്ട് ക്യൂർ ആയിട്ടേ ഉള്ളൂ. അതും ആ ലോങ് ടേമിനും കൂടെ കഴിച്ചു വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് പിന്നീട് ഇങ്ങനത്തെ ഒന്നും വരാറേ ഇല്ല. മീൻസ് ആ ഒരു ടെൻഡൻസി ഉള്ള കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് നോർമൽ ആവും. അപ്പൊ അതാണ് ഈ 2 പ്രിസ്ക്രിപ്ഷൻ. ഇനി നെക്സ്റ്റ് ഇതും വേറൊരു പ്രിസ്ക്രിപ്ഷൻ ആണ്. ഇത് ഇവിടെ ഇന്ന് പറയുന്നത് എല്ലാം ഫീഡ്ബാക്ക് കേസസ് ആണ്. നമുക്ക് നോർമലി ക്ലിനിക്കിൽ കിട്ടി നമ്മൾ മെഡിസിൻ കൊടുത്ത് ഫീഡ്ബാക്ക് കിട്ടിയ കേസസ് മാത്രമാണ് പറയണത് 90%. അതിൽ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ആൻഹാലോണിയം ലെവിനി 12C പ്ലസ് ആഫ്റ്റർ 10 മിനിറ്റ്സ് പൾമോവൽപസ് 6C ബോത്ത് അവർലി ടിൽ ബെറ്റർ. ആൻഹാലോണിയം ലെവിനിയിൽ ഒരൊറ്റൊരു പോയിന്റ് ഉണ്ട്, കാർഡിയാക് ടോണിക് ആൻഡ് റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് എന്ന് പറയും. റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് എന്നൊരൊറ്റ ഇതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത് കൊടുത്തത് ആൻഹാലോണിയം. പക്ഷെ ഇതും ഭയങ്കര റിസൾട്ട് ആണ്. ഒരു കേസ് പോലും ഫെയിൽ ആയിട്ടില്ല. എല്ലാം 100% ക്യൂർ ആണ്. പിന്നെ പൾമോവൽപസ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അറിയാത്തവർക്കാണ്. നാട്രം സൾഫർ മെഡിസിൻ ഉണ്ടാവും, അതിന്റെ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് പൾമോവൽപസ് കാണാൻ വേണ്ടി പറ്റുക. പിന്നെ ആൻഹാലോണിയം പൾമോവൽപസും. ആൻഹാലോണിയം പറയുമ്പോൾ റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ആണ്. ഇത് പൾമോവൽപസിന്റെ പോയിന്റ് ആണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു സഫക്കേഷൻ ആൻഡ് ഇന്നബിലിറ്റി ടു ടേക്ക് ഓക്സിജൻ. The patient could only live sitting up and bend forward. ശ്വാസം മുട്ടൽ കാരണം കിടന്നാൽ മരിച്ചു പോകുമോ എന്നുള്ള പേടി കാരണം എപ്പോഴും മുന്നിൽ ചരിഞ്ഞിരിക്കും. ദാറ്റ് ഈസ് പേഷ്യന്റിന് കിടക്കാൻ പോലും പറ്റില്ല, എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ചരിഞ്ഞിരിക്കും. അത്രയും ഇതാണ് പൾമോവൽപസ് എന്ന് പറയുന്നത്. ഇറഗുലർ ഹാർട്ട് ബീറ്റ്സ് ആൻഡ് ഡെത്ത് സീംസ് ഇമ്മിനന്റ്. ബെസ്റ്റ് ഇൻഡിക്കേറ്റഡ് when humid asthma is having strong sonorous bubbling wails or rattling or wheezing heard over the whole chest and even sometimes distances away or even in next room. ശക്തമായ കുറുങ്ങൽ ശബ്ദം അടുത്ത മുറിയിൽ പോലും കേൾക്കും. അതാണ്. അപ്പൊ ആൻഹാലോണിയം കൊടുക്കുക. അതെല്ലാം പിൽസിലായിട്ടാണ് നമ്മൾ കൊടുക്കുക. നമ്പർ 30 പിൽസ് ആണ്, കുഞ്ഞു പിൽസ് ആയിരിക്കും. അപ്പൊ അതിനൊരു ആൻഹാലോണിയം ഒരു 5 പിൽസ് കഴിക്കാൻ പറയും. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പൾമോവൽപസിന് ഒരു 5 പിൽസ് കഴിക്കാൻ പറയും. രണ്ടും അവർലി റിപ്പീറ്റ് ചെയ്യും. ഇതാണ് കൊടുക്കുക. ഇത് രണ്ടും കൊടുത്തിട്ടും ഒരു കേസും ഫെയിൽ ആയിട്ടില്ല, എല്ലാം ക്യൂർ ആണ്. ആൻഹാലോണിയം പൾമോവൽപസും ഇതിപ്പോ എന്താ പറയാ കുറച്ചൊരു 2-3 ഇയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷെ അത് കൊടുക്കുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മളെ ഇത്രയും സർപ്രൈസ്ഡ് ആക്കുന്ന. കാരണം ആദ്യം കൊടുത്തപ്പോ തന്നെ എല്ലാം ക്യൂർ ആയിരുന്നു. നമുക്കൊന്നും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല ഈ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട്. പിന്നെ അതേപോലെ പൾമോവൽപസിന്റെ വേറൊരു ഇത് പറയുകയാണെങ്കിൽ പൾമോവൽപസിന് ഭയങ്കര പാന്റിങ് ആണ്. ഇപ്പൊ പാന്റിങ് ഉള്ള ഒരാൾക്കും നമുക്ക് പൾമോവൽപസ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ചിലവരൊക്കെ പറയും കുറച്ച് നടക്കുമ്പോഴേക്കും ഭയങ്കര കിതപ്പാണ്, ഇങ്ങനെ ശ്വാസം മുട്ടൽ വരുന്നു, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അവർക്കും പൾമോവൽപസ് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് ഒന്നുകൂടെ പറയാം. ആൻഹാലോണിയം 12Cയും പൾമോവൽപസ് 6Cയും ഇവ നമ്മൾ യൂസ് ചെയ്യുന്ന പൊട്ടൻസിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ആൻഹാലോണിയം 12C ആൻഡ് പൾമോവൽപസ് 6C ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രിസ്ക്രിപ്ഷനാണ്, ആ പൊട്ടൻസിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതാണ് ആൻഹാലോണിയത്തിന്റെ പോയിന്റും പൾമോവൽപസിന്റെ പോയിന്റും. ഇനി നെക്സ്റ്റ് പ്രിസ്ക്രിപ്ഷൻ, നെക്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ റെക്കറിംഗ് ബ്രോങ്കൈറ്റിസ് ആൻഡ് അലർജിക് ആസ്മ. അത് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ
ഇതും ഫീഡ്ബാക്ക് ആണ്. ഏറ്റവും ഓർമ്മയുള്ള ഒരു കേസ് പറയാം. ഒരു 5, 6 വയസ്സായിട്ടുള്ള ഒരു കുട്ടി, മാക്സിമം ഒരു 6 വയസ്സായ ഒരു കുട്ടീനെയും കൂടെ ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ചുമ തുടങ്ങിയിട്ട് 3 മാസമായി. 3 മാസമായിട്ട് അവർ പല ട്രീറ്റ്മെന്റ്സും എടുത്തു, പല ഹോസ്പിറ്റൽസിലും പോയി. മീൻസ് അലോപ്പതി എടുത്തു, ആയുർവേദം എടുത്തു, വേറെ എവിടുന്നോ ഹോമിയോ മെഡിസിൻ കഴിച്ചു. എന്നിട്ടും മാറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളുടെ അടുത്ത് വന്നത്, ചുമ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഓക്കെ, എന്തായാലും അപ്പൊ നല്ല എക്സ്പെക്ടേഷൻ ഉള്ള ഒരു കഫായിരുന്നു. ആ കുട്ടി ക്ലിനിക്കിൽ നിന്ന് ചുമക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഭയങ്കര ഇതാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നു, ആസ്മാറ്റിക് അറ്റാക്സ് വരാറുണ്ട്. പിന്നെ അതേപോലെ ഈ ചുമ മാറിയിട്ടേ ഇല്ല. ആസ്മ റെക്കറന്റ് ആയിട്ട് വരും, പക്ഷെ ചുമ 3 മാസമായിട്ടുള്ളത് വിട്ടിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു കേസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതില് ബ്ലാറ്റയാണ് കൊടുത്തത്. ബ്ലാറ്റ ഒന്നെങ്കിൽ 6E യൂസ് ചെയ്യും ക്ലിനിക്കിൽ, അല്ലെങ്കിൽ 30 യൂസ് ചെയ്യും. അങ്ങനെ ഈ ബ്ലാറ്റ 6E കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നാട്രംസെൽ 6X വിത്ത് അരേലിയ ക്യാംഫർ ആണ് കൊടുത്തത്. കാരണം നല്ല ചുമയുണ്ടല്ലോ. അപ്പം കുട്ടിക്ക് രാത്രിയൊന്നും ഉറക്കമില്ല. ആ കുട്ടിക്ക് മീൻസ് എത്രയോ ദിവസമായി ആ കുട്ടി നേരെ ഒന്ന് കിടന്നുറങ്ങിയിട്ട്, ചുമ കാരണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ബ്ലാറ്റയും നാട്രംസെൽ അരേലിയ ക്യാംഫർ ആണ്. എന്നിട്ട് നമ്മൾ മെഡിസിൻ കൊടുത്തു. പിന്നെ അവര് വന്നത് ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ടാണ് അവര് വന്നത്. മീൻസ് അപ്പൊ നമ്മൾ ഓക്കെ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു, സാർ ഇവിടുന്ന് പോയിട്ട് ഒരു 2 ഡോസ്, നമ്മളത് 2 അവർലിയാണ് കൊടുക്കാൻ പറഞ്ഞത്. കാരണം ആ കുട്ടിക്ക് നല്ല ചുമ കാരണം 2 അവർലി കൊടുത്തോളൂ, ഒന്ന് കുറയുന്ന വരയ്ക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു ഒരു 2 ഡോസേ കൊടുത്തുള്ളൂ, അത് കഴിഞ്ഞപ്പോ പിന്നെ ചുമ കംപ്ലീറ്റ് ആയിട്ട് നിന്നു. മീൻസ് അത്രയും 3 മാസമായിട്ട് മാറാത്ത ചുമയാണ്. ഈ പ്രിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തത്. 2 ഡോസേ കൊടുത്തുള്ളൂ. ഒരു ഡോസ് കൊടുത്തു, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്തൊന്ന് കൊടുത്തു, അപ്പോഴേക്കും ചുമ കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പൊ അതാണ് ഫീഡ്ബാക്ക് കേസ് എന്ന് പറയുന്നത്. ഇതും അതേപോലെ ഒരുപാട് കേസസിന് ചിലപ്പോൾ ചുമ, പനിയൊക്കെ കഴിഞ്ഞു നല്ല ചുമ, അല്ലെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ചുമയുടെ സീസൺ ആണ്. ഇപ്പൊ ഫുൾ മഴയായിട്ട് ഇപ്പൊ എല്ലാവരും ചുമ ചുമ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഇത് കൊടുക്കാം. ഇപ്പൊ വീസിങ് ഒന്നും ഇല്ല, ഉണ്ടെങ്കിലും കൊടുക്കണോണ്ട് തെറ്റില്ല. എന്നാലും ഇപ്പൊ ഭയങ്കര ചുമയൊക്കെയാണ്, ഭയങ്കര കഫം കെട്ടി നിൽക്കണു, കുട്ടി എപ്പോഴും ചുമച്ചോണ്ടേ ഇരിക്കണു പറഞ്ഞാൽ ഒന്നും ആലോചിക്കണ്ട. ബ്ലാറ്റ 6E പ്ലസ് നാട്രംസെൽ അരേലിയ ക്യാംഫർ കൊടുത്താല് ഷുവർ ആണ് 100% ആയിട്ട് ആ ക്യൂർ കിട്ടിക്കോളും. അതാണ് ബ്ലാറ്റിന്റെ പോയിന്റ് ആണ്. ബ്രോങ്കൈറ്റിസ് വിത്ത് ആസ്മ, കഫ് വിത്ത് ഡിസ്നിയ ഇൻ ബ്രോങ്കൈറ്റിസ് ആൻഡ് TB വിത്ത് മച്ച് പസ് ലൈക്ക് മ്യൂക്കസ് ആൻഡ് ത്രെറ്റൻ സഫോക്കേഷൻ, അലർജി ടു ഡസ്റ്റ്. പിന്നെ നമ്മൾ എന്താ പറയാ, ഈ പ്രത്യേകിച്ച് ഈ ആസ്മാറ്റിക് അറ്റാക്സ് ആയിട്ട് വരുന്ന ഇപ്പൊ സീനിയർ ഡോക്ടേഴ്സിന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ജൂനിയർ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആസ്മാറ്റിക് ആയിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം അവരോട് പറയാം, ഡസ്റ്റ് എന്തെങ്കിലും എക്സ്പോഷർ ഉണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയാം. അതായത് ഇപ്പോ സാമ്പ്രാണി അല്ലെങ്കിൽ കൊതുകുതിരി, ചന്ദനത്തിരി, പൗഡർ, പെർഫ്യൂംസ് ഇതൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയാം. ഇപ്പോ കുഞ്ഞു കുട്ടികളൊക്കെ ആയിരിക്കും, അവർക്ക് ഇങ്ങനെ അലർജിക് പ്രശ്നം ഉണ്ടാവും, ഭയങ്കര ചുമയുണ്ടാവും, അല്ലെങ്കിൽ ആസ്മാറ്റിക് ആയിരിക്കും. പക്ഷെ അവർ പൗഡർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് വലിയവരാണെങ്കിലും അവരുടെ അടുത്ത് പറയാ പൗഡർ യൂസ് ചെയ്യരുത് എന്ന് പറയാം. പെർഫ്യൂം യൂസ് ചെയ്യുകയാണെങ്കിൽ അതും വേണ്ട എന്ന് പറയാം. അവര് യൂസ് ചെയ്യുന്നു എന്നല്ല, അവരുടെ അടുത്ത് ഇരുന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ പൗഡർ എടുത്തിട്ട് ഒന്ന് തട്ടി അതിന്റെ പൊടി പറഞ്ഞാൽ പോലും പിന്നെ അവർക്ക് ചുമയും ഇതും വരും. അപ്പൊ അതുകൊണ്ട് ആ വീട്ടിലെ ആരും അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തണുത്തത് കഴിക്കണ്ട എന്ന് പറയാം. ലൈക്ക് ഈ ഐസ്ക്രീം, കോൾഡ് മീൻസ് എന്താ പറയാ, ജ്യൂസസ്, കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ ഒന്നും വേണ്ട, അതൊക്കെ പറയാം. ജ്യൂസസ് ഒക്കെ കഴിക്കാം, പക്ഷെ അവരോട് പ്രത്യേകം പറയാ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പറയാം. അതിപ്പോ ഓറഞ്ച് ആണെങ്കിലും ഗ്രേപ്സ് ആണെങ്കിലും എന്താണെങ്കിലും വീട്ടിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പറയാം. കാരണം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മെഡിസിൻ മാത്രം കൊടുത്തത് കൊണ്ട് ഒരിക്കലും അത് കുറയണമെന്നില്ല. പക്ഷെ ജനറൽ മാനേജ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. 50% ആണ് രണ്ടും. അപ്പൊ അതുകൊണ്ട് ജനറൽ മാനേജ്മെന്റും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോളോ ചെയ്യാം. പിന്നെ ഒരുപാട് ഇപ്പൊ നിൽക്കുന്ന ചുമയൊക്കെ ആണെങ്കിലും അവരോട് എന്താ പറയാ, നല്ല തക്കാളി സൂപ്പോ അല്ലെങ്കിൽ നല്ല എന്താ പറയാ കുരുമുളക് രസോ അങ്ങനെയൊക്കെ വെച്ചിട്ട് അതും കഴിക്കാം. ലൈക്ക് തക്കാളി, ഗാർലിക്, ഓണിയൻസ് ഒക്കെ ഇട്ടിട്ട് എന്ത് വേണമെങ്കിലും അവർക്ക് ടേസ്റ്റിന് ആഡ് ചെയ്യാം. സ്വീറ്റോ സോൾട്ടോ അങ്ങനെയൊക്കെ വെച്ചിട്ട് സൂപ്പൊക്കെ വെച്ചിട്ട് കുറച്ച് കുറച്ച് കഴിച്ചാൽ മതി. കുട്ടികളൊക്കെ ആണെങ്കിൽ 1 സ്പൂണോ 1/2 സ്പൂണോ 2 സ്പൂണോ കൊടുത്താൽ മതി. വലിയവരൊക്കെ ആണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെച്ച് കഴിക്കാം. പക്ഷെ അങ്ങനെ കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടെ പെട്ടെന്ന് മാറും. അതേപോലെ സാർ എപ്പോഴും പറയും, ഇപ്പൊ ഒരു വെള്ളമൊക്കെ ഉണ്ടാക്കാൻ പറയാം. നമ്മളൊരു എത്രയാണോ നമുക്ക് 1 ലിറ്റർ ആണോ 2 ലിറ്റർ ആണോ വേണ്ടത്, അതിലൊരു നുള്ളു മഞ്ഞപ്പൊടി ജസ്റ്റ് ഒരു പിഞ്ച് ഇട്ടാൽ മതി. ചുക്കുപൊടി, ഏലക്കാപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ഒരു പിഞ്ചിട്ടിട്ട് വേണമെങ്കിൽ ഒരു 4-5 തുളസി ഇലയും ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാം. ആ വെള്ളം അരിച്ചെടുത്തിട്ട് ഫ്ലാസ്കിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് കുടിക്കാം. വേണമെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് വെല്ലപ്പൊടിയോ പനങ്കൽക്കണ്ടോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് സ്വീറ്റ് ആയി അവർക്ക് കഴിക്കാനും ഇഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെ ഈ മാനേജ്മെന്റും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാറും. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു ഇമ്മ്യൂണിറ്റിയും കിട്ടും. നമുക്ക് എപ്പോഴും നാച്ചുറലി കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പൊ അതുകൊണ്ട് അവരുടെ അടുത്ത് ഇപ്പൊ പറയും, ഇപ്പൊ റെക്കറന്റ് ആയിട്ട് ആസ്മാറ്റിക് അറ്റാക്സ് ഒക്കെ വരുന്നു, അല്ലെങ്കിൽ അലർജിക് ആസ്മയൊക്കെ ഉള്ള കുട്ടികളുടെ അടുത്ത് ഈ വെള്ളമൊക്കെ ഇപ്പൊ സ്ഥിരമായി
ആയിട്ട് വെക്കാൻ പറയും. ഇപ്പൊ ചില പേഷ്യൻസ് ഒക്കെ പറയും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ബോട്ടലിലാക്കിയിട്ട് ഈ വെള്ളമായിരിക്കും കൊടുത്തയക്കാം. അപ്പൊ അവര് ഡെയിലി കുടിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയും കൂടെ കിട്ടിക്കോളും. അപ്പൊ അങ്ങനെ ജനറൽ മാനേജ്മെന്റും കൂടെ നമ്മൾ എപ്പോഴും നോക്കണം. എന്താ പറയാ, മെഡിസിനൽ മാനേജ്മെന്റ് മാത്രം പോരാ. അപ്പൊ അതാണ്. ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് കേസ് നമുക്ക് നോക്കാം. അടുത്തത് പറയുമ്പോൾ ആസ്മ, റിപ്പീറ്റഡ് അറ്റാക്സ് ഓഫ് ബ്രോങ്കിയൽ കട്ട്, വീസിങ്, റൈനൈറ്റിസ് എക്സെട്ര ഇൻ ചിൽഡ്രൻ. അതിൽ കൊടുത്തത് പൾമോവൾപ്പസ് 60 പ്ലസ് ആഫ്റ്റർ 10 minutes ട്യൂബർക്കുലം അവെയർ 30 ബോത്ത് 4 times ഡെയിലി ടിൽ ബെറ്റർ. അതായത് പൾമോവൾപ്പസ് നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ ട്യൂബർക്കുലം അവെയർ അത് പറയുമ്പോൾ നോസോഡാണ്. അതും ഇതേപോലെ റെക്കറന്റ് ആയിട്ട് വരുന്ന വീസിങ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി കംപ്ലൈന്റ്സിനൊക്കെ വളരെ നല്ലൊരു മെഡിസിൻ ആണ് ട്യൂബർക്കുലം അവെയർ എന്ന് പറയുന്നത്. ബോവിനം വേറെ, അതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. പക്ഷെ ഇത് അവെയർ നോസോഡാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പൊട്ടൻസിയാണ് 30. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും റെക്കറന്റ് ആയിട്ട് വീസിങ്ങോ റൈനൈറ്റിസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇത് ഡെയിലി ഒരു 4 times കൊടുക്കാം. അങ്ങനെ ഒരു 5-6 months അവരോട് കഴിക്കാൻ വേണ്ടി പറയാം. ആദ്യമൊക്കെ ഒരു 4 times കൊടുക്കുക, പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അത് 3 times ആക്കുക, പിന്നെ 2 times ആക്കുക, പിന്നെ കംപ്ലീറ്റ്ലി ഒരു കുറച്ചൊന്നും അവർ ഓക്കെ ആയി തോന്നുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനും പറയാം. പക്ഷെ അവരുടെ അടുത്ത് എപ്പോഴും പറയാം മെഡിസിന്റെ കൂടെ ഈ പറഞ്ഞ വെള്ളം, ഡയറ്ററി മാനേജ്മെന്റും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. തണുത്തൊന്നും കഴിക്കണ്ട അങ്ങനെയൊക്കെ പറയാം. കാരണം അവർ തണുത്തത് കഴിച്ച് മെഡിസിൻ കഴിച്ചാൽ അത് പിന്നെയും വരികയും ചെയ്യും. അത് വീണ്ടും ട്രിഗർ ആയിക്കൊണ്ടേയിരിക്കും. അതൊരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ കിട്ടില്ല. അപ്പൊ അതും കൂടെ അവരുടെ അടുത്ത് പറയാം. അപ്പൊ അത് ചെയ്യുമ്പോൾ മാറും. ഇതും അതേപോലെ നമ്മൾ ഒരുപാട് കേസിന് കൊടുത്തിട്ട് എന്താ പറയാ ഫീഡ്ബാക്ക് കിട്ടിയതാണ് ഈ പൾമോവൾപ്പസും ട്യൂബർക്കുലം അവെയറും. ഇനി നെക്സ്റ്റ് കേസ് ആസ്മ ഓർ സഫക്കേഷൻ വേഴ്സ് ബൈ ലീസ്റ്റ് എയർ. ഇത് ഇതും ഫീഡ്ബാക്ക് ആണ്. ഇത് ഞാൻ ഫീഡ്ബാക്ക് എന്ന് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഈ പറയുന്നതെല്ലാം ഫീഡ്ബാക്ക് കേസസ് ആണ്. ഒരു പേഷ്യന്റ് വന്ന് പറഞ്ഞെന്താ വെച്ചാൽ ചെറിയൊരു കാറ്റ് തട്ടിയാൽ പോലും അപ്പൊ ശ്വാസം മുട്ടൽ വരുന്നാ പറഞ്ഞത്. മീൻസ് ഒരു ഫാൻ ഇടാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല, എവിടെയെങ്കിലും ഇനിയിപ്പോ പോണ്ടി വന്നാലും ഫുൾ കവർ ചെയ്യും. മീൻസ് അങ്ങനെയൊന്നും പോവാറേ ഇല്ല. പോവുകയാണെങ്കിലും എല്ലാം കവർ ചെയ്ത്, ഇപ്പോ ബസ്സിലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഗ്ലാസ് ആണെങ്കിലും എല്ലാം കയറ്റി അങ്ങനെ. മീൻസ് AC ഒന്നും ഇടാൻ പറ്റില്ല. കുറച്ച് എന്തെങ്കിലും ആ ഗ്ലാസ് ഒന്ന് തുറന്നു വെക്കും ജസ്റ്റ് ഒരു ഓക്സിജനേഷന് വേണ്ടി. ചെറിയ കാറ്റ് തട്ടിയാൽ പോലും ശ്വാസം മുട്ടൽ വരും എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ ആ പേഷ്യന്റിന് കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ ആണിത്. അരേലിയ റെസിമോസ മദർ ടിഞ്ചർ 10 to 20 drops. ഇത്തിരി വലിയവരൊക്കെയാണ്, ഭയങ്കര സിവിയർ ആണെങ്കിൽ 20 drops കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 10 drops കൊടുത്താലും മതി. എന്നിട്ട് അത് 10 to 20 drops 4 times ഡെയിലി. അതാണ് ചുക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളം. ചുക്ക്, ഡ്രൈ ജിഞ്ചർ വാട്ടർ എന്ന് പറയുന്നത് ചുക്ക് മാത്രം ആക്കണ്ട, നേരത്തെ പറഞ്ഞത് എല്ലാം ഇടാം. നുള്ള മഞ്ഞള്, ചുക്ക്, ഏലക്കാപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് ആ വെള്ളം ഫ്ലാസ്കിലാക്കി വെക്കുക. എന്നിട്ട് ഒരു 1 ounce എടുക്കുക. അതിലൊരു 10 to 20 drops അരേലിയ റെസിമോസ മദർ ടിഞ്ചർ ആഡ് ചെയ്യാം. എന്നിട്ട് അത് 4 times കഴിക്കുക. ഹെപ്പാർ സൾഫർ അവർലി കഴിക്കുക 30th പൊട്ടൻസി. അതൊന്ന് കൺട്രോൾ ആവുന്നവരിക്കും അവർലി കഴിക്കുക. പിന്നെ അത് കൺട്രോൾ ആയി തോന്നുമ്പോൾ പിന്നെ അത് 4 times 3 times ഒക്കെ ആക്കുക. അങ്ങനെ. പിന്നെ അത് ഒന്ന് കൺട്രോൾ ആയി എന്ന് വെച്ചാൽ പിന്നെ അരേലിയ റെസിമോസ 4 times വേണമെന്നില്ല. അത് പിന്നെ 2 times കഴിച്ചാലും മതി. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് കഴിക്കുക. ഇതും അതേപോലെ ഫീഡ്ബാക്ക് കിട്ടിയതാണ്. അരേലിയ റെസിമോസിന്റെ പോയിന്റ് എന്താന്ന് വെച്ചാൽ എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ഡ്രോട്ട്സ്, ഈവൻ കനോട്ട് ടോളറേറ്റ് എ ഫാൻ റണ്ണിങ് ഇൻ ഹിസ് റൂം ഓർ നെക്സ്റ്റ് റൂം. അതാണ്. നമ്മളുടെ റൂമിലോ അല്ലെങ്കിൽ അടുത്ത റൂമിലോ ഒന്ന് എന്താ പറയാ ഫാൻ ഓടുന്നത് പോലും സഹിക്കാൻ പറ്റില്ല. അതേ പോയിന്റ് ആണ് ഹെപ്പാർ സൾഫിനും. അതെല്ലാവർക്കും അറിയാം. പിന്നെ ഹെപ്പാർ സൾഫിന്റെ കഫും എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് വായിക്കേണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ബോറിക്കിലും കീനോട്ടിലും എല്ലാം ഈ പോയിന്റ്സ് ഉണ്ട്. ഇതാണ് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്ത് കിട്ടിയ പ്രിസ്ക്രിപ്ഷൻ. അരേലിയ റെസിമോസയും ഹെപ്പാർ സൾഫും. ദാറ്റ് ഈസ് ആസ്മ ഓർ സഫക്കേഷൻ വേഴ്സ് ബൈ ലീസ്റ്റ് എയർ. ചെറിയ കാറ്റ് തട്ടുമ്പോൾ പോലും ഇത് വരുന്നതാണ് ഇത്. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കാം. അടുത്ത കേസ് എന്ന് പറയുമ്പോൾ അബ്ഡമിനൽ ബ്രീത്തിങ് വിത്ത് ജെർക്കിംഗ് ഡ്യൂറിങ് ഇൻസ്പിരേഷൻ. അബ്ഡമിനൽ അത് പറഞ്ഞാല് ഇതും വന്ന പേഷ്യന്റ് ആണ്. പേഷ്യന്റ് ഇങ്ങനെതാ, ഇതാണ് ജെർക്കിംഗ് എന്ന് പറയുന്നത്. ഒന്നിങ്ങനെ എടുക്കും, എങ്ങനെയാവും. അപ്പൊ ജെർക്കിംഗ് ഇവിടെ നിന്നായിരിക്കും, ചെസ്റ്റ് നിന്നായിരിക്കും പേഷ്യന്റ് ബ്രീത്ത് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ വിടുമ്പോ ഒരു ജെർക്കിംഗ് ഫീലിംഗ് ആണ്. അതാണ് പറയണത് അബ്ഡമിനൽ ബ്രീത്തിങ് വിത്ത് ജെർക്കിംഗ് ഡ്യൂറിങ് ഇൻസ്പിരേഷൻ. ഇത് നമുക്ക് പേഷ്യന്റ് നമുക്ക് ഒബ്സർവ് ചെയ്താലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഒബ്സർവേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്തു എന്നിട്ട് നമുക്ക് ഓക്കെ ഈ ഒരു സിംറ്റം കിട്ടിയാല് പിന്നെ ഒന്നും ആലോചിക്കണ്ട, നമുക്ക് കണ്ണുടച്ചത് കൊടുക്കുക, എന്തായാലും മാറും. അപ്പൊ അതാണ്. അപ്പൊ അതിന് കൊടുത്തത് നാട്രമ്യൂർ 6x വിത്ത് അരേലിയ റെസിമോസ മദർ ടിഞ്ചറും പിന്നെ സ്പോഞ്ചിയ മദർ ടിഞ്ചർ 10 drops 2 hourly till better ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ. അതിന്റെ പോയിന്റ്സ് നോക്കാം.
നാട്രമ്യൂർ സ്പാസ്മോഡിക് ജെർക്കിംഗ് വിത്ത് ഈച്ച് ഇൻസ്പിറേഷൻ ഇൻ ആസ്മ. അതാണ് നാട്രമ്യൂർ, അതുകൊണ്ടാ കൊടുത്തത്. പിന്നെ ആസ്മ വിത്ത് പ്രൊഫ്യൂസ് ഫ്രോത്തി മ്യൂക്കസ്, tears stream down the face when he coughs, cardiac asthma with a sensation as if heart and lungs were constricted. മെയിൻ ആയിട്ട് സ്പാസ്മോഡിക് ജെർക്കിംഗ് വിത്ത് ഈച്ച് ഇൻസ്പിറേഷൻ ഇൻ ആസ്മ, അതാണ് അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് സ്പോഞ്ചിയ. സ്പോഞ്ചിയ പറയുമ്പോൾ അബ്ഡമിനൽ ബ്രീത്തിങ് ആണ് വിത്ത് വയലന്റ് ആക്ഷൻ ഓഫ് അബ്ഡമിനൽ മസിൽസ് എന്ന് പറയും. ആക്ച്വലി നമുക്ക് ചിലപ്പോ ഒരു ഭയങ്കര വയസ്സായിട്ട് ടെർമിനൽ സ്റ്റേജിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ സിംറ്റം കാണാൻ വേണ്ടി പറ്റും. അവരുടെ ബ്രീത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരിങ്ങനെ കിടക്കുകയായിരിക്കും, കിടക്കുമ്പോൾ അവരുടെ അബ്ഡമിനൽ മസിൽസ് ആയിരിക്കും കൂടുതൽ എക്സേർട്ട് ആവുക ബ്രീത്തിങ്ങിൽ. നമ്മൾ ബെഡ് റിഡൺ കേസസിലൊക്കെ ചിലപ്പോൾ നോക്കാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും അങ്ങനത്തെ ഒരു ഇത് കാണാൻ വേണ്ടി പറ്റുക. അപ്പോ അവർക്കൊക്കെ നമുക്ക് സ്പോഞ്ചിയ കൊടുക്കാം. മീൻസ് ഇതിപ്പോ അത് കൊടുത്താല് എന്താ പറയാ, എന്തോ അവർക്ക് ലൈക്ക് ഒരു ആൻജൈന പോലെ ഒരു വരാനുള്ള ഒരു ടെൻഡൻസി ആണ് എന്നൊക്കെയുള്ളതാണ് അതിൽ സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്കൊക്കെ നമുക്ക് സ്പോഞ്ചിയ കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അപ്പൊ അതും ഒരു ആക്ഷൻ ഉണ്ട് സ്പോഞ്ചിയക്ക്. അപ്പൊ അത് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ ബെഡ് റിഡൺ പേഷ്യന്റ് എന്ന് പറഞ്ഞപ്പോ ഒരു കേസും കൂടെ പറയാം. ഒരു നമ്മുടെ ക്ലിനിക്കിന്റെ ഒരു കുറച്ചപ്പുറത്ത് ഒരു വീട്ടില് പെട്ടെന്ന് ഒരു ഉച്ച സമയമാകുമ്പോൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും കുറച്ചു പേരും. ഒരു ലേഡി ഓടി വന്നിട്ട് പറഞ്ഞു, ഒരു വയസ്സായ ഒരു അമ്മ, ഒരു 80 years ഒക്കെ ആയി, തീരെ വയ്യ, പിന്നെ മാത്രമല്ല ഒരു അനക്കവും ഇല്ല, ഒന്ന് കിടക്കുകയാണ്, ഒന്ന് നോക്കാൻ പറ്റുമോ പണ്ട് ചോദിച്ചു. അപ്പൊ പോയി നോക്കുമ്പോ പേഷ്യന്റ് എങ്ങനെയാ വെച്ചാല് ഇങ്ങനെ കിടക്കണം, ഒരു കോൺകേവ് ഷേപ്പിലാണ് പേഷ്യന്റ് കിടക്കണത്. ഇങ്ങനെ കാലൊക്കെ പൊക്കിയിട്ടാണ് വെച്ചിരിക്കണത്. നമുക്ക് കിടക്കുമ്പോ ഒരു അനക്കവും ഇല്ല. നമുക്കിങ്ങനെ നോക്കുമ്പോ തോന്നും പേഷ്യന്റ് മരിച്ചിട്ടാണോ കിടക്കണത്, പക്ഷെ കാലിങ്ങനെ പൊക്കി വെച്ചിട്ടാ കിടക്കണത്, ഒരു കോൺകേവ് ഷേപ്പിലാണ് കിടക്കണത്. എങ്ങനെയാ ഇങ്ങനെ കിടക്കാൻ പറ്റുക എന്ന് നമ്മളിങ്ങനെ വിചാരിച്ചു പോകും. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോ ബ്രീത്തിങ് ഒന്നുമില്ല, പക്ഷെ പൾസ് മാത്രം ഉണ്ട്. അപ്പോ അതാണ് മെയിൻലി ഒരു സസ്പെൻഡഡ് അനിമേഷൻ എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ആ കേസ്. നമ്മൾ പൾസ് നോക്കുമ്പോൾ പൾസ് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, പൾസ് സ്ട്രോങ് ആണ്, അതിലൊരു ഇതുമില്ല. പക്ഷെ പേഷ്യന്റിന് ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് നേരെ ക്ലിനിക്കിൽ വന്നിട്ട് സ്ട്രമോണിയാണ് അവർക്ക് കൊടുത്തത്. ഡയല്യൂഷൻ ആയിട്ടാണ് കൊടുത്തത്. സ്ട്രമോണിയം 30th പൊട്ടൻസിയാണ് കൊടുത്തത്. ഡയല്യൂഷൻ ആയിട്ട് ഒരു 15 ml ബോട്ടിലിൽ കൊടുത്തു. കൊടുത്തിട്ട് അവരുടെ അടുത്ത് പോയിട്ട് എന്താ പറയാ ഒരു അവർലി കൊടുക്കുക. ആദ്യം ഒരു എനിക്ക് തോന്നുന്നു 30 minutes ഗ്യാപ്പിലോ 15 minutes ഗ്യാപ്പിലോ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരു ഡ്രോപ്പ് ഒറ്റിച്ചു, മീൻസ് വിശ്വസിക്കില്ല, ഒരൊറ്റ ഡ്രോപ്പ് ഒറ്റിച്ചു, അപ്പോഴേക്കും പേഷ്യന്റ് സ്ട്രെയിറ്റ് ആയി, നോർമലായി. ഇത് ശരിക്കും ഉണ്ടായ ഫീഡ്ബാക്ക് കേസാണ്. എന്നിട്ട് പിന്നെ അതിനുശേഷം ഒരു 12 മണിയാകുമ്പോഴാണ് ഇങ്ങനെ വന്ന് വിളിച്ച്, പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ അവരുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു ഡോസ് കൊടുക്കുമ്പോൾ തന്നെ ആ പേഷ്യന്റ് ഈ കാലിങ്ങനെ പൊക്കി വെച്ചത് സ്ട്രെയിറ്റ് ആയി, അതൊന്നുമില്ല. പിന്നെ ഒരു 2-3 ഡോസ് കൂടെ കൊടുത്ത് കഴിയുമ്പോഴേക്കും പേഷ്യന്റ് സംസാരിക്കാൻ തുടങ്ങി, കഞ്ഞിയൊക്കെ കുടിച്ചു, ഇപ്പൊ കുഴപ്പമില്ല. എന്നിട്ട് ആ പേഷ്യന്റ് 2 വർഷം പിന്നെയും ഇരുന്നിട്ടാണ് പിന്നെ മരിച്ചത്. അപ്പൊ അതാണ് സ്ട്രമോണിയത്തിന്റെ ഒരു ഇത്, സസ്പെൻഡഡ് അനിമേഷൻ എന്ന് പറയും. പേഷ്യന്റ് ഇങ്ങനെ ഒരു കോൺകേവ് ഷേപ്പിൽ കിടക്കും, നമ്മൾ വിചാരിക്കും പേഷ്യന്റ് മരിച്ചു എന്ന്, പക്ഷെ അല്ല. പക്ഷെ അവിടെ പൾസ് നമ്മൾ നോക്കണം പറയുന്നത് ഇതാണ്. പൾസ് നോക്കുമ്പോൾ പൾസ് സ്ട്രോങ് ആണ്. അപ്പൊ ആ കേസിൽ നമുക്ക് അപ്പൊ മനസ്സിലായി സസ്പെൻഡഡ് അനിമേഷൻ ആണെന്ന്. സ്ട്രമോണിയം ഒരൊറ്റ ഡ്രോപ്പാ കൊടുത്തത്, പേഷ്യന്റ് സ്ട്രെയിറ്റ് ആയി. 2-3 ഡോസ് കൊടുക്കുമ്പോൾ അത് മാറുകയും ചെയ്തു. അപ്പോ അതാണ് ഒരു എന്താ പറയാ നമ്മൾ വിസിറ്റിന് പോയിട്ട് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് കേസ് ആണിത്. അപ്പൊ ഇനി ഇത് പലർക്കും യൂസ്ഫുൾ ആവാം. പലരുടെയും പ്രാക്ടീസിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട മെഡിസിൻ ആണ് സ്ട്രമോണിയം 30. അത് പിന്നെ അതേപോലെ സ്ട്രമോണിയം പറഞ്ഞപ്പോൾ വേറൊരു കേസും കൂടെ പറയാം. ഇത് സാറ് പറഞ്ഞിട്ടുള്ളതാണ് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ, ഒരു 20 years 25 years ബാക്ക്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സാറ് വീട്ടിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു എന്താ പറയാ ഒരാളിങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണ്. അപ്പോ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തെങ്കിലും ആൽക്കഹോൾ എന്തെങ്കിലും കഴിച്ച് ബോധമില്ലാതെ കിടക്കുമായിരിക്കുന്നു വിചാരിച്ച് സാറും മൈൻഡ് ചെയ്തില്ല. പിന്നെ തിരിച്ചതേപോലെ വരുമ്പോഴും അതേപോലെ ആ പേഷ്യന്റ് കമിഴ്ന്ന് തന്നെ കിടക്കണം, ഒന്നുമില്ല. അപ്പൊ വെറുതെ ഇത് ആരാ ഇങ്ങനെ കിടക്കണ, മീൻസ് ആ നെയ്ബർഹുഡിൽ ആരെങ്കിലും ആണോ പണ്ടോ ഒന്നിങ്ങനെ തിരിച്ചിട്ട് നോക്കിയപ്പോ ഒരു പരിചയമില്ലാത്ത ഏതോ ഒരാള്. അപ്പൊ അവിടെ അടുത്ത വീട്ടിലുണ്ടായിരുന്നവരിനെയൊക്കെ വിളിച്ചിട്ട് ഇത് ആരാന്ന് ചോദിച്ചപ്പോ ആർക്കും ഒരു ഇതും ഇല്ല. അപ്പോഴും പക്ഷെ അയാൾക്കും അതേപോലെ ഒരു റിയാക്ഷനും ഇല്ലാതെയാണ് ആള് കിടക്കുന്നത്. പക്ഷെ ഇങ്ങനെ വെറുതെ പൾസ് നോക്കിയപ്പോ പൾസ് മാത്രം സ്ട്രോങ് ആയിരുന്നു. അപ്പോഴും സാറ് വീട്ടിൽ പോയിട്ട് സ്ട്രമോണിയം 30 എടുത്തിട്ട് വന്നിട്ട് ഒരൊറ്റ ഡ്രോപ്പ് കൊടുത്തു. ആ പേഷ്യന്റ് ലാക്ടോസിലാണ് അപ്പൊ കൊടുത്തത്, ഒരു 20 years ബാക്കിലും. ലാക്ടോസിൽ ഒരു കുറച്ചില്ല ഒരു 4 to 5 drops സ്ട്രമോണിയം 30 ഒറ്റിച്ചിട്ട്
പേഷ്യന്റിന് കൊടുത്തു. ആ സെക്കൻഡ് പേഷ്യന്റ് കണ്ണു തുറന്നു. എന്നിട്ട് പിന്നെ ഇവര് എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പോ പേഷ്യന്റ് ഇവിടെ പൊള്ളാച്ചിയിലത്തെ പേഷ്യന്റ് ആണ്. അവര് ആ സമയത്ത് അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ പാലക്കാട് അവരിങ്ങനെ വരുമ്പോ കാളവണ്ടിയിലൊക്കെ ആയിരിക്കും വരിക. അപ്പൊ ആ സമയത്ത് ഇയാൾക്ക് എപ്പിലെപ്റ്റിക് ആണ്. അപ്പൊ എപ്പിലെപ്സി കണ്ടപ്പോ അവര് ആളിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്, മരിച്ചു എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ മരിച്ചിട്ടില്ല. അതും അങ്ങനത്തെ ഒരു കേസ് പണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് സാറ് പറയും. അപ്പൊ ഇതാണ് സ്ട്രമോണിയത്തിന്റെ 2 കേസ് ഫീഡ്ബാക്ക്. ഇതിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് കേസ് സ്പൈജീലിയം പൾമോവൽപ്പസും. ഇതെന്തിനാ വെച്ചാൽ ഫിയർ ഓഫ് സഫോക്കേഷൻ ഓൺ ലീസ്റ്റ് മോഷൻ വിത്ത് ഡിസ്നിയ. ഇതും ഫീഡ്ബാക്ക് കേസ് ആണ്. അത് പറയുമ്പോൾ ചില പേഷ്യൻസ് ഒക്കെ പറയും കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ് വരുന്നു, ഭയങ്കര കിതപ്പാണ് എന്ന് പറയും. നടക്കാനേ പറ്റുന്നില്ല, ഭയങ്കര കിതപ്പാണ്, പാന്റിങ് ബ്രെത്ത്. അതിന്റെ പ്രിസ്ക്രിപ്ഷൻ ആണ് സ്പൈജീലിയ മദർ ടിഞ്ചർ. ഒരു 10 ഡ്രോപ്സ് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പൾമോവൽപ്പസ് 6 അല്ലെങ്കിൽ 30 കൊടുക്കാം. രണ്ടും ഡെയിലി 4 ടൈംസ് കൊടുക്കാം. അതങ്ങനെ കഴിച്ചു വരുമ്പോ ഒരു 10 വീക്സ് 10 ഡേയ്സോ 20 ഡേയ്സോ കൊണ്ട് അത് മാറിക്കോളും. അതാണ് പൾമോവൽപ്പസ്. നേരത്തെ പോയിന്റ് പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാന്റിങ്ങിന് ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പൊ സ്പൈജീലിയും അത് തന്നെയാണ്. ഫിയർ ഓഫ് സഫോക്കേഷൻ ഓൺ ലീസ്റ്റ് മോഷൻ. ചെറുതായിട്ടൊന്ന് നടക്കുമ്പോ പോലും സഫോക്കേറ്റ് ആവുക. അപ്പൊ അതിനാണ് നമ്മൾ സ്പൈജീലിയ കൊടുക്കുന്നത്. ലീസ്റ്റ് മോഷൻ വിത്ത് ഡിസ്നിയ, ഹാർട്ട് അറ്റാക്ക്, ആൻജൈന പെക്ടോറിസ്, precordial pain with frequent attacks of violent palpitation, especially with bad breath from mouth. പിന്നെ അത് ആൻജൈനയുടെ പോയിന്റ്സ് ആണ്. മെയിൻലി സ്പൈജീലിയ പൾമോവൽപ്പസ് എന്ന് പറയുന്നത് പാന്റിംഗ് ബ്രെത്തിനാണ് കൊടുക്കുക. അടുത്തത് ഇതും ഒരു ഫീഡ്ബാക്ക് കേസ് ആണ്. ഇതെന്താ വെച്ചാൽ ഒരു MBBS MD ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർ ഇങ്ങനെ അവർക്ക് 2-3 മാസമായി കംപ്ലൈന്റ്സ് തുടങ്ങിയിട്ട് ഭയങ്കര ഒരു ശ്വാസം മുട്ടല്. ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ആൾ എടുക്കുന്നത്. അപ്പൊ ആൾ ഓൾറെഡി MBBSഉം MD ഒക്കെ കഴിഞ്ഞാണ്. അപ്പൊ അവര് എല്ലാ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ECG എടുത്തു, എക്കോ എടുത്തു, എല്ലാ ടെസ്റ്റും ചെയ്തു, കുറെ മെഡിസിൻസും കഴിച്ചു. എന്നിട്ടും മാറിയില്ല. മാറാതെ ആയപ്പോഴാണ് പിന്നെ സാറിനെ വന്ന് കണ്ടത്. അപ്പോ ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ, ചെസ്റ്റ് ഫീൽസ് ടൈറ്റ്, കൻ ഹാർഡ്ലി ബ്രെത്ത്. അവര് പറഞ്ഞത് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട് ശ്വാസം എടുക്കാൻ, ഒന്ന് വരാൻ തന്നെ ഭയങ്കര പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പൊ കൊടുത്തത് വേറൊന്നും കൊടുത്തില്ല, സിക്യൂട്ട വെറോസ മാത്രം. 6x ആണ് കിട്ടണമെങ്കിൽ അത് വാങ്ങിച്ച് കഴിച്ചോളൂ, അല്ല 30 ആണെങ്കിൽ അതും കഴിക്കാന്ന് പറഞ്ഞു. ആ ഡോക്ടർ ഇത് മാത്രം കഴിച്ചു. ഒരു ഡെയിലി 4 ടൈംസ് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു വിത്തിൻ 2 ഡേയ്സ് കഴിയുമ്പോഴേക്കും ആ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം മാറി, ഇപ്പൊ ഒരു കുഴപ്പമില്ലാന്ന്. അങ്ങനെ വണ്ടർഫുൾ കേസാണ് സിക്യൂട്ടഡ്. അത് വേറെ ഒരു മെഡിസിനും കൊടുത്തിട്ടില്ല അതിന്റെ കൂടെ. ഇത് മാത്രമേ കൊടുത്തുള്ളൂ. ഈ സിംറ്റം ആണ്, ചെസ്റ്റ് ഫീൽസ് ടൈറ്റ്, കൻ ഹാർഡ്ലി ബ്രെത്ത്. ആ ഒരൊറ്റ ഒരു സിംറ്റത്തിനാണ് സിക്യൂട്ട കൊടുത്തത്. അത് വിത്തിൻ 2 ഡേയ്സ് ആണ് മാറിയത്. അത് MBBSഉം MDയും കഴിഞ്ഞ ഒരു ഡോക്ടർ ആയിരുന്നു. അങ്ങനെ. ഇനി അടുത്തത് ലാക്സിസ്. ലാക്സിസ് എന്ന് പറയുമ്പോഴേ എന്താ പറയാ, ബ്ലോയിങ് എക്സ്പിരേഷൻ ആണ്. അതായത് എന്താ വെച്ചാല് ലാക്സിസിന്റെ ഇതും ഒരു ഫീഡ്ബാക്ക് കേസാണ്. ഇപ്പോ രാംസാറിന്റെ തന്നെ, ഇപ്പൊ രാംസാറിന്റെ ഒരു വില്ലേജിലാണ് ഇരിക്കുന്നത്, അഗ്രഹാരത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ രാംസാറിന്റെ ജസ്റ്റ് നെയ്ബറിൽ ഒരു വീട്ടില് ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, രാത്രി ഇങ്ങനെ വന്നപ്പോ ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞു. കാരണം അവര് മുത്തശ്ശി ഒന്നും സംസാരിക്കുന്നില്ല, കിഡ്നി ഫെയിലർ ആയിട്ടുള്ള പേഷ്യന്റ് ആയിരുന്നു. അപ്പോ കിഡ്നി ഫെയിൽ ആണ്. അപ്പൊ ഹോസ്പിറ്റലിൽ വലിയ വലിയ ഹോസ്പിറ്റൽസിൽ കിടന്നു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പക്ഷെ ഒരു അനക്കവും ഇല്ല. അപ്പൊ ഒന്ന് നോക്കാൻ പറ്റുമോ ചോദിച്ചാണ്. അപ്പൊ ഒരു ഇതും ഇല്ല, റിയാക്ഷൻ റെസ്പോൺസ് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോ പക്ഷെ ഈ ബ്ലോയിങ് എക്സ്പിരേഷൻ മാത്രമുണ്ട്. അതായത് ഇങ്ങനെ ചുണ്ടിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുണ്ട് തെറിക്കുക എന്ന് പറയും. അതാണ് ബ്ലോയിങ് എക്സ്പിരേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇത് മാത്രമേ ആ പേഷ്യന്റിനുള്ളൂ. ഒരു 83 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പൊ ഇങ്ങനെ വന്നു. എന്നിട്ട് രാംസാർ അപ്പൊ അന്നും ലാക്ടോസിലാണ്, ലാക്സിസ് 30 ഒരു 4-5 ഡോസ് എടുത്തു. അപ്പൊ ഒരു ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ടാവും. അപ്പൊ ഒരു ഡോസ് കൊടുക്കാൻ പറഞ്ഞു വെള്ളത്തിൽ കലക്കിയിട്ട്. പിന്നെ ഒരു 10 മണിയാകുമ്പോ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒക്കെ ഒന്ന് കൊടുത്തിട്ട് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞ് രാംസാർ വീട്ടിൽ പോയി. പിന്നെ എന്നിട്ട് അതിനുശേഷം നെക്സ്റ്റ് ഡേ രാവിലെ ക്ലിനിക്കിലേക്ക് വരാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ തലേ ദിവസം വന്ന് വിളിച്ച അതേ കുട്ടി സാറിനെയും വിളിച്ച് വീട്ടിലോട്ട് പോണു. അപ്പൊ ആ മുത്തശ്ശി, ആ 80 വയസ്സായിട്ടുള്ള ലേഡി എഴുന്നേറ്റിട്ട് സാറിന്റെ അടുത്ത് എന്താ വിശേഷം, എത്ര ദിവസമായി കണ്ടിട്ട്, എന്താ ഇപ്പൊ ഒന്നും കാണാത്തത്, എന്താ വരാത്തെന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു 2 ഡോസ് കൊടുത്ത ഉടനെ ആള് നോർമലായി. പിന്നെ അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി, ഭക്ഷണമൊക്കെ കഴിച്ചു. സാറ് പോകുമ്പോഴേക്കും ആള് കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു, എല്ലാം ആയി. അപ്പൊ അങ്ങനെ അതാണ് ലാക്സിസിന്റെ ഈ ബ്ലോയിങ് എക്സ്പിരേഷൻ. ഈ ഒരു സിംറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബ്ലോയിങ് എക്സ്പിരേഷൻ. അതുകൊണ്ടാണ് ലാക്സിസ് കൊടുത്തത്.
അതും അപ്പൊ തന്നെ ക്യൂർ ആയി. പിന്നെ എന്നിട്ട് ആ ലേഡിയോ 2 വർഷം ഇരുന്നു. പിന്നെ ചെന്നൈയിലോ ബോംബെയിലൊക്കെയാണ് അവരുടെ മക്കളെല്ലാവരും. അവിടെ പോയി കൂടെ ഇരുന്നു. ഒരു 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ നോർമൽ ഡെത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് അലോപ്പതി ഹോസ്പിറ്റൽസിൽ പോയിട്ട് മീൻസ് ഒന്നും പറ്റില്ല, പൊയ്ക്കോളൂ, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, മരിക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ്. ലാക്ടോസിസ് 30 ആണ് കൊടുത്തത്. എന്നിട്ട് 2 വർഷം ജീവിച്ചു. അതാണ് ലാക്ടോസിസ് 30. ബ്ലോയിങ് എക്സ്പിരേഷൻ ഫ്രം ലിപ്സ്, ചുണ്ടുകൾ തെറിക്കുക. ഇനി സെയിം as above ബട്ട് വിത്ത് ഫ്രീ ഇൻസ്പിറേഷൻ ആണെങ്കിൽ ക്ലോറം 6x. അതാണ്. ഇനി അടുത്ത നെക്സ്റ്റ് കേസ്. ഇത് വെറാട്രം വിറിഡിയും കാലിസൾഫും. ഇത് പറയുമ്പോൾ നമുക്കൊരു ചില കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ന്യൂമോണിയയിലോട്ടാണോ പോണത്. പക്ഷെ ന്യൂമോണിയ എത്തിയിട്ടില്ല, എന്നാൽ നമുക്ക് അറിയാൻ പറ്റും അവരുടെ ചുമയെ കാണുമ്പോൾ ഓക്കെ ഇത് ന്യൂമോണിയയിലോട്ടാണ് പോണത്. അങ്ങനത്തെ കേസിനാണ് നമ്മൾ മെയിൻലി വെറാട്രം വിറിഡെ കൊടുക്കുക. ആ പേഷ്യന്റ് വരുമ്പോ കുട്ടീനെയും കൊണ്ടുവരുമ്പോ ആരാണെന്ന് വെച്ചാൽ അവർ പറയും ഡോക്ടറെ രാത്രിയാണ് പനി കൂടുക, ടെമ്പറേച്ചർ ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ. ചിലപ്പോൾ രാവിലെയൊക്കെ കുട്ടി ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ രാത്രി ആവുമ്പോൾ ടെമ്പറേച്ചർ കൂടണമെന്ന് പറയും. ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിൽ അതിന്റെ ബെസ്റ്റ് മെഡിസിൻ വെറാട്രം വിറിഡെ 30യും കാലിസൾഫ് 6x ആണ്. അതേപോലെ ഇപ്പൊ നല്ല ഇതൊക്കെയാണെങ്കിൽ നമ്മൾ അവർലി കൊടുക്കാൻ വേണ്ടി പറയും. 1-2 ദിവസം വെറാട്രം വിറിഡെ 30 ഒരു 5 ഗുളിക കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിസൾഫ് 6x മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ കൊടുക്കും. ഇപ്പൊ ചുമ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫറും അരേലിയും കൂടെ കൊടുക്കും. അതൊന്നും ഒരു ടാബ്ലറ്റും കഴിക്കാൻ പറയും. അങ്ങനെ 2 അവർലി കഴിക്കാൻ പറയും. ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചോദിക്കില്ല, കണ്ണടച്ചിട്ട് ഈ പ്രിസ്ക്രിപ്ഷൻ എഴുതും. അതെല്ലാം ക്യൂർ ആവുകയും ചെയ്യും. അത് നമുക്കറിയാം ഓക്കെ ഇനി അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് എന്തായാലും ന്യൂമോണിയയിലോട്ടാണ് പോവാൻ പോകുന്നത്. അപ്പൊ കുട്ടിയുടെ ചെസ്റ്റിലും അതേപോലെ ഒരു കണ്ടക്ഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസിൽ ഇത് കൊടുക്കുമ്പോൾ ആക്ട് ചെയ്യും. ചിലപ്പോ എന്താ പറയാ ചില കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ പനി തുടങ്ങിയിട്ട് ഒരു 4-5 ഡേയ്സ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അവരെന്താ വെച്ചാൽ അവര് വിടും, കെയർലെസ് ആയിട്ട് വിടും. കാരണം എന്താ വെച്ചാൽ രാത്രി മാത്രമേ പനി വരുന്നുള്ളൂ, പക്ഷെ രാവിലെ ഒന്നുമില്ല. അപ്പൊ അവര് രാവിലെ കുട്ടീനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും. എന്തെങ്കിലും വെറുതെ രാവിലെ ആകുമ്പോ ഓക്കെ ആണല്ലോ പറഞ്ഞിട്ട് പറഞ്ഞയക്കും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ കുട്ടി ഒന്നും വയ്യ, ഭയങ്കര കൺജഷൻ ഒക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ വെറാട്രം വിറിഡെ 30 കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിസൾഫ് 6x മെഡിക്കേറ്റഡ് വിത്ത് അരേലിയ ആൻഡ് ക്യാംഫർ കൊടുക്കാം ചുമയൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ എപ്പോഴും നമുക്കിപ്പോ ഇതൊക്കെ ഉണ്ടെങ്കിലും ചില കേസസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയാ ഇപ്പൊ കുട്ടികൾക്കൊക്കെ കണ്ണിലൊക്കെ ഇങ്ങനെ പീള കെട്ടി കണ്ണൊക്കെ ഭയങ്കര അഗ്ലൂട്ടിനേറ്റഡ് ആയിരിക്കും. ആ കേസ് എന്ന് പറയുന്നത് സീരിയസ് കേസാണ്. അപ്പൊ അത് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം എടുക്കണമെങ്കിൽ. ചില ചെറിയ കുട്ടികളൊക്കെ വരും, അപ്പൊ എന്താ വെച്ചാൽ കണ്ണിലൊക്കെ പീള കെട്ടി ഇങ്ങനെ കണ്ണൊക്കെ അടഞ്ഞ് അഗ്ലൂട്ടിനേറ്റഡ് ആയിട്ടിരിക്കും. അവർക്ക് നല്ല ചെസ്റ്റിൽ കൺജഷനും ഉണ്ടാവും, നല്ല കഫവും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൊടുക്കേണ്ട മെഡിസിൻ ആണ് ആന്റിം ആർസ് 30. ആന്റിം ആർസ് 30 ആണ് അപ്പൊ കൊടുക്കേണ്ടത്. അതായത് കഫ് വിത്ത് കൺജഷൻ ഓഫ് ചെസ്റ്റ് ആണ്. അതേപോലെ വിത്ത് അഗ്ലൂട്ടിനേറ്റഡ് ഐസ്, അഗ്ലൂട്ടിനേറ്റഡ് ഐലിഡ്സ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ആന്റി മാർസ് 30 ആണ് കൊടുക്കേണ്ടത്. അതേപോലെ കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിസൾഫ് 6x വിത്ത് ക്യാംഫർ നമുക്ക് കൊടുക്കാം. പക്ഷെ ഇതിൽ തന്നെ ചില കേസസിന് പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സ്പോഞ്ചി ബ്രീത്തിങ് ആയിരിക്കും. അതായത് എങ്ങനെ കുട്ടി ഇങ്ങനെ പകുതി കണ്ണടച്ച് തുറന്നിട്ടായിരിക്കും ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മീൻസ് ഒരു കൊമാറ്റിക് സ്റ്റേജ് പോലെയായിരിക്കും കുട്ടികൾ ഉണ്ടാവുക. സ്പോഞ്ചി ബ്രീത്തിങ്, നമുക്ക് ഫോസ്ഫറസിലാണ് സ്പോഞ്ചി ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ട് പറയണത്. പക്ഷെ നമ്മളപ്പോ അത് റിസ്ക് എടുക്കില്ല. അപ്പൊ അങ്ങനത്തെ കേസ് ആണെങ്കിൽ സാർ അപ്പൊ തന്നെ റെഫർ ചെയ്യും. ഒരു നല്ലൊരു പീഡിയാട്രിഷ്യനെ പോയി കാണാൻ പറയും. സാറ് പറയുകയും ചെയ്യും, ചിലപ്പോൾ അവർ അഡ്മിറ്റ് ആക്കണം എന്ന് പറയും. ഒരിക്കലും പറ്റില്ല എന്ന് പറയരുത്, എന്തായാലും പോയിട്ട് അഡ്മിറ്റ് ആക്കാൻ വേണ്ടി പറയും. കാരണം നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കാൻ പാടില്ല. ചിലപ്പോൾ കൊടുത്താൽ മാറുമായിരിക്കാം, ചിലപ്പോൾ അവരുടെയും കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞിട്ടുണ്ടാവും, കൊടുത്താൽ മാറുമായിരിക്കാം. പക്ഷെ എന്താ വെച്ചാൽ നമ്മളൊരു എന്താ പറയാ റിസ്ക്, നമ്മള് മരുന്ന് കൊടുത്തു, ഇനി എന്തെങ്കിലും പറ്റിയാൽ അത് നമുക്കും ദോഷമാണ് പേഷ്യന്റും ദോഷമാണ്. അപ്പം അങ്ങനെയുള്ള കേസസ് ഒക്കെ വരുമ്പോൾ റെഫർ ചെയ്യും. ഇപ്പൊ അതാ പറഞ്ഞത്, ഇപ്പൊ 4-5 ദിവസമൊക്കെ ചിലപ്പോൾ അവർ വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും വരിക. അപ്പൊ വേറെ ഹോമിയോ ഹോസ്പിറ്റലിനോ ആയുർവേദത്തിനോ എവിടെയെങ്കിലും മെഡിസിൻ കഴിക്കും, വെറുതെ അവരിങ്ങനെ കഴിച്ചിട്ട് വരും. അപ്പൊ ഒരു 4-5 ദിവസമൊക്കെ ആകുമ്പോഴേക്കും പേഷ്യന്റ് ആ കുട്ടി ഇങ്ങനെ ഒന്നിനും വയ്യാതെയാവും, കണ്ണുപോലും ആ കുട്ടിക്ക് നേരെ തുറക്കാൻ പറ്റില്ല. അപ്പൊ ആന്റി മാർസ് ആണ്, അഗ്ലൂട്ടിനേറ്റഡ് ആണ്, എല്ലാം അറിയാം, പക്ഷെ ഒരിക്കലും കൊടുക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കേസൊക്കെ റെഫർ ചെയ്യും. റെഫർ ചെയ്യാനും ഒരിക്കലും മടിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നെക്സ്റ്റ് തോട്ട് പാടില്ല, പിന്നെ അപ്പൊ തന്നെ അത് റെഫർ ചെയ്യാണ് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോരു ജീവനാണ് നമ്മൾ കളിക്കുന്നത് നമ്മളുടെ ഫ്രണ്ടിലുള്ളത്. അപ്പൊ നമ്മളത് സേവ് ചെയ്യാന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കരുത്, റെഫർ ചെയ്യാം. അല്ലാത്ത ഇപ്പൊ ഒരു 1-2 ദിവസമൊക്കെ ആയിട്ടുള്ളൂ, ഇപ്പൊ ഇന്നലെയാണ് തുടങ്ങിയതെന്നുണ്ടെങ്കിൽ ചെറിയ കേസൊക്കെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, മെഡിസിൻ കൊടുക്കാം. അല്ലാത്തത് റെഫർ ചെയ്യാം. അപ്പോൾ മെയിൻലി ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ഒരു ന്യൂമോണിയയിലേക്ക് പോണ ഒരു
സിറ്റുവേഷൻ ആണ്, ഭയങ്കര കൺജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വെറാട്രം വെറിഡേ 30യും കാലിസൾഫ് 6x അതിൽ മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫറോ അരേലിയോ എല്ലാം കൊടുക്കാം. ഇനി അതല്ല ഐലിഡ്സ് അഗ്ലൂട്ടിനേറ്റഡ് ആണ്, കണ്ണിൽ ഇങ്ങനെ പേളയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ കൊടുക്കേണ്ടത് ആന്റി മാർസ് 30യും കാലിസൾഫ് വിത്ത് ക്യാംഫർ അരേലിയോ ആണ് അപ്പൊ കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് കേസ്, ഇതും ഫീഡ്ബാക്ക് ആണ്. ഇതും പറയുമ്പോൾ ഒരു പേഷ്യന്റ് പേഷ്യന്റ് വീട്ടിൽ നിന്ന് വന്ന് വിളിച്ചതാണ്. അപ്പൊ വിളിച്ചിട്ട് പോകുമ്പോൾ അവിടെ ഒരു വയസ്സായിട്ടുള്ള ഒരാൾ എന്താ വെച്ചാല് എന്താ പറയാ ഭയങ്കര ശ്വാസം മുട്ടലാണ് ആൾക്ക്. പക്ഷെ അയാള് പറയണത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്നും പുറത്തോട്ട് വരുന്നില്ല, തൊണ്ടന്റെ മുകളിൽ നിന്ന് വരുന്നില്ല, ഇവിടെയൊക്കെ ഒരു ഭയങ്കര പിടുത്തം എന്നാണ് പറഞ്ഞത്. ശരിക്കും ആ പേഷ്യന്റ് ഇതാണ് പറഞ്ഞത്, തൊറാസിക് കൺസ്ട്രക്ഷൻ വിത്ത് സഫോക്കേഷൻ ഫോഴ്സിംഗ് ദ പേഷ്യന്റ് ടു സ്റ്റോപ്പ് ഓൺ ദ ട്രാക്ക് വൈൽ വാക്കിംഗ് ഓർ ഈവൻ അറ്റ് അതർ ടൈംസ്. പേഷ്യന്റ് പറഞ്ഞതേ ഇതായിരുന്നു, ശ്വാസം എടുക്കാൻ കിട്ടുന്നില്ല, ഇവിടേക്ക് ഒരു ഭയങ്കര ഒരു കൺസ്ട്രക്ഷൻ, ഒരു പിടുത്തം പോലെ എന്നാണ് പറഞ്ഞത്, തൊണ്ടന്റെ അവിടേക്ക് ഒരു പിടുത്തം പോലെ. അപ്പൊ സാറ് കൊടുത്തത് അഡ്രിനാലിൻ 30 ആണ് കൊടുത്തത്. അത് ഫ്രീക്വന്റ്ലി കൊടുത്തു, ഒരു എനിക്ക് തോന്നുന്നു 15 മിനിറ്റ്സോ ഹാഫ് ആൻ അവർ ഗ്യാപ്പിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ആ പേഷ്യന്റും ഒരു ദിവസം കഴിയുമ്പോഴേക്കും വളരെ നോർമലായി, 2 ദിവസം കഴിയുമ്പോൾ റോട്ടിലൊക്കെ ഇങ്ങനെ നടക്കുന്നു. മീൻസ് ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണ്, ഒരു 70 വയസ്സായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. ഇങ്ങനെ പറഞ്ഞു. അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ മാറി, പിന്നെ അവർ നടന്നു. അപ്പൊ സാറ് കൊടുക്കുമ്പോഴേ പറഞ്ഞു, മീൻസ് ഇതിപ്പോ ഏജ്ഡ് ആണ്, ഞാൻ കൊടുക്കും, പക്ഷെ എന്താ പറയാ നമുക്ക് ഷുവർ ആയിട്ടും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. കാരണം ഇപ്പൊ നമ്മളെപ്പോഴും വിസിറ്റിനൊക്കെ പോകുമ്പോൾ ഇപ്പൊ അല്ലെങ്കിൽ ബെഡ് റിഡൻ പേഷ്യൻസിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ എപ്പോഴും അവരുടെ അടുത്ത് പറയാം മെഡിസിൻ തരാം, പക്ഷെ എന്താ പറയാ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് നേരത്തെ പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക. കാരണം ഇപ്പൊ നമ്മൾ മെഡിസിൻ കൊടുത്തു, ചിലപ്പോൾ നമുക്ക് അറിയായിരിക്കാം ഓക്കെ ഈ പേഷ്യന്റ് വളരെ സീരിയസ് ആണെന്ന്, പക്ഷെ നമ്മൾ പറയാതെ മെഡിസിൻ കൊടുത്തിട്ട് എന്തെങ്കിലും സംഭവിച്ചാല് പിന്നെ അതെല്ലാം നമുക്കായിരിക്കും ആ ബ്ലെയിം വരിക. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പറയാം, എന്താ പറയാ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ചെയ്യാന്ന് പറഞ്ഞാ കൊടുത്തു. അപ്പൊ നേരത്തെ പറഞ്ഞ ലാക്ടസ് ആണെങ്കിലും സ്ട്രമോണിയോ ആണെങ്കിലും എല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ ആ പേഷ്യന്റ് റിലേറ്റീവ്സിന്റെ അടുത്ത് പറയും, എന്താ പറയാ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അവരൊക്കെ ഏജ്ഡ് ആണ്, 80 ഇയേഴ്സ് ഒക്കെ ആയി, എന്ത് വേണമെങ്കിലും ഞാൻ മെഡിസിൻ തരാം, ഒന്നെങ്കിൽ ഓക്കെ ആവും അല്ലെങ്കിൽ പിന്നെ മരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവർ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മെഡിസിൻ കൊടുക്കേണ്ടത്. നമ്മൾ എപ്പോഴും നമുക്ക് ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രം മെഡിസിൻ കൊടുക്കുക, നമുക്ക് ഇങ്ങോട്ട് റിക്വസ്റ്റ് വരുമ്പോൾ മാത്രം, അല്ലാതെ നമ്മൾ ഒരിക്കലും പോവരുത്. കാരണം അത് നമ്മളുടെ തെറ്റുകൊണ്ട് അല്ലെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാല് അത് ഫുൾ ബ്ലെയിം വരിക നമുക്കായിരിക്കും ചീത്തപ്പേര് വരിക. അപ്പൊ അതൊരിക്കലും ചെയ്യരുത്. അവര് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ കൊടുക്കുക. അപ്പൊ അതിന് അഡ്രിനാലിൻ 30 കൊടുത്തു, എന്നിട്ട് അത് കുറച്ച് പേർക്ക് 2 ദിവസം കഴിയുമ്പോഴേക്കും മാറി. പിന്നെ അടുത്തത് വരുന്നതാണ് ഗ്രേറ്റ് റാറ്റ്ലിംഗ് ഓഫ് മ്യൂക്കസ് ഇൻ ലങ്സ് ആൻഡ് ത്രോട്ട് ബട്ട് ലിറ്റിൽ ഇസ് എക്സ്പെക്ടേറ്റഡ്, ഹോസ്നെസ്, കഫിംഗ് ആൻഡ് ഗേപ്പിംഗ് കോൺസിക്യൂട്ടീവ്ലി, കഫ് ആൻഡ് ഡിസ്നിയ ബെറ്റർ ബൈ ലൈയിങ് ഓൺ റൈറ്റ് സൈഡ്, ഡിസ്നിയ ബെറ്റർ ബൈ റെക്ടേഷൻ. ആന്റിം ടാർട്ട് ആണ് പറയുന്നത്. ആന്റിം ടാർട്ടും ഇതേപോലെയാണ്, ഭയങ്കര റാറ്റ്ലിംഗ് ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു വീസിങ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ആസിഡ് സെൽഫ് 30 ആണ്, കാലിനൈട്രിക്കം 30 കൊടുക്കും. ഇനി റാറ്റ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ കൊടുക്കേണ്ടത് ആന്റിം ടാർട്ട് 30 ആണ് കൊടുക്കുക. ആന്റിം ടാർട്ട് 30 അതേപോലെ 5 ഗുളിക കൊടുക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലി സൾഫ് 6x ആണ് കൊടുക്കുക, മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫറോ അരേലിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. ആന്റിം ടാർട്ടും കാലി സൾഫും ആണ് കൊടുക്കുക. അതും എല്ലാ കേസും ഇതുവരെയും ക്യൂർ ആയിട്ടേ ഉള്ളൂ, ഒന്നും ഫെയിലിയർ ആയിട്ടില്ല. റാറ്റ്ലിംഗ് കണ്ടാല് അപ്പൊ കൊടുക്കേണ്ടത് ആന്റിം ടാർട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ ചെറിയ കുട്ടികളെയും കൊണ്ടുവരും, 1 മാസം ജനിച്ചിട്ട് 1 മാസമായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരും. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വീസിങ് അല്ല, പക്ഷെ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു സൗണ്ട് വരും, അതായത് സ്ട്രൈഡർ. ചില കുട്ടികൾക്ക് അങ്ങനെയുണ്ട്. അപ്പൊ ചില കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ദൂരെ ഇരിക്കുകയാണെങ്കിലും അവര് ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും, സ്ട്രൈഡർ ഒക്കെ വരുമ്പോൾ. അപ്പൊ ആ സ്ട്രൈഡറിനും കൊടുക്കുക ആന്റിം ടാർട്ട് 30 ആണ് കൊടുക്കുക. അപ്പൊ അത് ചെറിയ കുട്ടികളൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഔൺസ് വെള്ളം എടുത്തിട്ട് ഒരു 5 ഗുളിക ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ അത് അലിഞ്ഞു പോകുമല്ലോ, എന്നിട്ട് അതിന്നൊരു 2-3 ഡ്രോപ്പ് ജസ്റ്റ് ഇങ്ങനെ നാക്കിൽ ഒറ്റിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. അപ്പൊ ഓരോ ദിവസവും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയും. അതും ഇങ്ങനെ കുറച്ച് ദിവസം കൊടുത്തു വരുമ്പോൾ ശരിയായിക്കോളും. പക്ഷെ അതെന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വീസിങ് ആണോ പറഞ്ഞിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതല്ല, സ്ട്രൈഡർ പറഞ്ഞിട്ട് വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട്, അതും കൂടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കണമെങ്കിൽ. നെക്സ്റ്റ് ഇതും ഫീഡ്ബാക്ക് ആണ്, ഡയസ്കോറിയന്റെ കേസ്. ഡയസ്കോറിയ എന്ന് പറഞ്ഞു വെച്ചാല് ഇപ്പൊ പേഷ്യന്റ് ഇങ്ങനെ വയസ്സായ പേഷ്യൻസ് ആയിരിക്കും, ഇങ്ങനെ ഇരിക്കും. അപ്പൊ അവരിങ്ങനെ ഇരിക്കുമ്പോൾ 2 പില്ലോ ഒക്കെ വെച്ചിട്ട് അവരിങ്ങനെ ചാരി ഇരിക്കും, അവർക്കൊന്നും പറ്റില്ല, ഭയങ്കര അവർക്ക് ഇതിനു മുന്നേ ആസ്മാറ്റിക് ഹിസ്റ്ററി ഒന്നുമില്ല, പക്ഷെ അപ്പൊ അവർക്ക് ഇങ്ങനെ ഭയങ്കര ശ്വാസം മുട്ടലായിരിക്കും, ഇങ്ങനെ ഇരുന്നിട്ട്
ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. പക്ഷെ അവരുടെ അടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പറയും. ഇതെന്താ വെച്ചാൽ രാം സാർ എപ്പോഴും പറയും, സാറിന്റെ അച്ഛൻ തന്നെ ഈ ഡയസ്കോറി ഒരുപാട് തവണ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിക്കുമ്പോ എനിക്കൊരു പ്രശ്നവും ഇല്ല പറയും. പക്ഷെ ഇപ്പൊ സാറിന്റെ അച്ഛനാണെങ്കിലും നേരത്തെ ആസ്മ ഹിസ്റ്ററിയോ ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വലിക്കും. അപ്പൊ ഡയസ്കോറിയാണ് കൊടുക്കുക, മദർ ടിഞ്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. അത് കൊടുക്കുമ്പോ പിന്നെ അത് നോർമൽ ആവും. അങ്ങനെ ഒരു 2-3 തവണ കൊടുത്തപ്പോ ഒരു ഡൗട്ട് വന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. പിന്നെ മരിക്കുകയും ചെയ്തു. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് അപ്പൊ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ടെന്നല്ല. ഇപ്പൊ ഇങ്ങനത്തെയൊക്കെ MIന്റെ കേസസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നവരേക്കും അല്ലെങ്കിൽ ആ മെയിൻ ടൈം കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയസ്കോറിയ ഒക്കെ പറയുന്നത്. ഇപ്പൊ ഡയസ്കോറിയ മദർ ടിഞ്ചർ കൊടുക്കാം, 4 times ഡെയിലി കൊടുക്കാം. അതാണ്. Sudden suffocation, has to sit up, cannot lie down because of breathing difficulty, labored breathing, symptoms of myocardial infarction, silent sufferer in spite of breathing difficulty. ശ്വാസമുട്ടലുണ്ടെങ്കിലും അവരൊന്നും പറയില്ല, മിണ്ടാതിരിക്കും. അതാണ് ഡയസ്കോറിയ. താഴെയും അതന്നെയാണ് എഴുതിയിരിക്കുന്നത്. സഡൻ എക്സ്ട്രീം സഫോക്കേഷൻ ഇൻ ദ ഹാർട്ട് സീസസ്, നെവർ ഫർഗെറ്റ് ദിസ് മെഡിസിൻ, ഇറ്റ്സ് എ ലൈഫ് സേവർ. അതാണ് 2 മെഡിസിൻ പറയുന്നുണ്ട്, ഡയസ്കോറിയും സിൻസിഫ്യൂഗിയും. ഏറ്റവും ഇമ്പോർട്ടന്റ് ഡയസ്കോറിയ തന്നെയാണ്. ദാറ്റ് ഈസ് അതന്നെ, ഡെവലപ്പ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ബട്ട് സേ ദാറ്റ് നോ പ്രോബ്ലം വിത്ത് ഹിം ഓർ ഹെർ, കൺട്രോൾ ലൈ ഡൗൺ, cannot lie down, sits standing in bed with 2 pillows on the back, can talk normally, symptoms of myocardial infarction. ഇതേ തന്നെ സിൻസിഫ്യൂഗ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അതും എന്താ പറയാ MIന്റെ കേസസിലാണ് വരിക. അതിലെന്താ വെച്ചാൽ ഒരു സിംറ്റം കൂടെ വെച്ചാൽ ഈ ലെഫ്റ്റ് ഹാൻഡ് അവരിങ്ങനെ നമ്മുടെ ശരീരത്തോട് ഇങ്ങനെ ചേർന്നിരിക്കും സിൻസിഫ്യൂഗ ആകുമ്പോൾ. നമുക്ക് ആ പേഷ്യന്റിന് ലെഫ്റ്റ് ഹാൻഡ് ഒരിക്കലും ഇങ്ങനെ പൊക്കാനോ ഒന്നിനും പറ്റില്ല. ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ ചേർന്നിരിക്കും, ഭയങ്കര വേദനയും ആയിരിക്കും, നംനെസ്സും ആയിരിക്കും. അപ്പൊ അത് MIന്റെ ഷുവർ സൈൻ ആണ്. അത് നമുക്ക് സിൻസിഫ്യൂഗ കൊടുത്ത് വീട്ടിലിരിക്കാം എല്ലാം മാറും എന്നല്ല, ആ കാണുന്ന എമർജൻസി സ്പോട്ടിൽ നമുക്ക് സിൻസിഫ്യൂഗ കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ അതപ്പോഴൊക്കെ നമുക്ക് ഒരു 10 minutes ഗ്യാപ്പിൽ സിൻസിഫ്യൂഗ 30 പിൽസിൽ 3xോ 30ഓ അല്ലെങ്കിൽ ടിഞ്ചർ ആണെങ്കിലും പിൽസിൽ മെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നവരേക്കും ഒരു 5 minutes or 10 minutes ഇന്റർവെല്ലിൽ കൊടുക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ എത്തുന്നവരേക്കും നമുക്കൊന്ന് പേഷ്യന്റിനെ ചിലപ്പോൾ സേവ് ചെയ്യാൻ പറ്റാം. അപ്പൊ അതിനാണ് ഇത് പറഞ്ഞത്. ഡയസ്കോറിയ ആണെങ്കിലും സിൻസിഫ്യൂഗ ആണെങ്കിലും മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ദാറ്റ് ഇസ് ഇംപെൻഡിങ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അങ്ങനത്തെ ഉള്ള കേസസിനാണ് ഏറ്റവും നല്ലത്. സിൻസിഫ്യൂഗ ആകുമ്പോൾ ലെഫ്റ്റ് ആം പറയണത് ബോഡി ആയിട്ട് ഇങ്ങനെ ബൗണ്ട് ചെയ്തിരിക്കും, നമുക്ക് പൊക്കാനോ ഒന്നിനും പറ്റില്ല. അതാണ് സിൻസിഫ്യൂഗന്റേത്. പക്ഷെ ഡയസ്കോറിയ ആകുമ്പോൾ എന്താന്ന് വെച്ചാൽ പില്ലോന്റെ ബാക്കിലിരിക്കും, ഫോർവേഡ് ആയിട്ടിരിക്കും, ഒരു കുഴപ്പമില്ല പറയും. നേരത്തെ ആസ്മാറ്റിക് ഹിസ്റ്ററി ഉള്ള ആളായിരിക്കില്ല, പക്ഷെ അപ്പൊ ശ്വാസമുട്ടൽ വരും. അത് MIന്റെ സൈൻ ആണ്. അതാണ് ഡയസ്കോറിയം സിൻസിഫ്യൂഗയും. ഇതെല്ലാം കൊടുത്തിട്ട് ഇപ്പൊ ഡയസ്കോറിയൊക്കെ സാറിന്റെ ഫാമിലിയിൽ കൊടുത്തിട്ട് റിസൾട്ട് കിട്ടി. എന്നിട്ട് അതിനുശേഷമാണ് പറയണത് ഡയസ്കോറി. ഇപ്പൊ സാറിന്റെ അച്ഛൻ തന്നെ ഒരുപാട് 3-4 തവണ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഡോക്ടറിന്റെ അടുത്ത് പോയി, അപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ MI ആണ് പറഞ്ഞു, MI ആണ് പറഞ്ഞു. പിന്നെ അമ്മയ്ക്കും അതേപോലെ ഡയസ്കോറിയ കൊടുത്തിട്ടുണ്ടെന്ന് സാർ എപ്പോഴും പറയാറുണ്ട്. പിന്നെ അടുത്തത് ആസ്മ വീസിങ് വെൻ വാക്കിംഗ്, കുത്തനെ മലകേറുന്നത് പോലെ കിതയ്ക്കുക. അതും പ്രൂണസ് സ്പൈനോസ, അതും നല്ല മെഡിസിൻ ആണ്. നമ്മൾ കൊടുക്കാറുള്ളത് പ്രൂണസ് സ്പൈനോസ 3x ആണ് കൊടുക്കാറ്. പിൽസിൽ മെഡിക്കേറ്റ് ചെയ്തിട്ട് കൊടുക്കുക ചെയ്യാം. ഒരു 5 ഗുളിക വെച്ച് 4 നേരം കഴിക്കാനാ പറയുക. അതും പാന്റിംഗ് ബ്രത്തിന് നല്ല മെഡിസിൻ ആണ്. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞത് പാന്റിംഗ് ബ്രത്തിന് സ്പൈജീലിയ പറഞ്ഞു, മദർ ടിഞ്ചർ പറഞ്ഞു, പൾമോ വൾപ്പിസ് പറഞ്ഞു. ഇപ്പൊ ഒരു മെഡിസിൻ കൂടി ഉണ്ട് പാന്റിംഗ് ബ്രത്തിന്, അതാണ് പ്രൂണസ് സ്പൈനോസ എന്ന് പറയുന്നത്. പ്രൂണസ് സ്പൈനോസയും നല്ല മെഡിസിൻ ആണ്. നമ്മൾ കൊടുക്കുന്നത് 3x പൊട്ടൻസിയാണ് ക്ലിനിക്കിൽ യൂസ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള പൊട്ടൻസി യൂസ് ചെയ്യാം. നമ്മൾ കൊടുക്കുന്നത് 3x ആണ്. പ്രൂണസ് സ്പൈനോസ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള മെഡിസിൻ ആണ് പ്രൂണസ് സ്പൈനോസ. പിന്നെ അടുത്തത് ഗ്രൈൻഡീലിയാണ് അടുത്ത മെഡിസിൻ. cannot get breath on lying down with dyspnea. അതായത് എന്താ പറയാ, പേഷ്യന്റ് ആസ്മാറ്റിക് പേഷ്യൻസിനൊക്കെ കൊടുക്കേണ്ട വേറൊരു മെഡിസിൻ ആണ് ഗ്രൈൻഡീലിയ. ഇപ്പൊ രാത്രി കിടക്കാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്രൈൻഡീലിയ ഭയങ്കര ചുമയും ഉറങ്ങാനൊന്നും പറ്റുന്നില്ല, ശ്വാസം മുട്ടലൊക്കെ വരികയാണെങ്കിൽ ഇപ്പൊ ചില കേസസിൽ രാത്രി കിടക്കാൻ പോകുമ്പോൾ മാത്രം ഒരു ഹോട്ട് വാട്ടറിൽ 1 ounce ഹോട്ട് വാട്ടറിൽ ഗ്രൈൻഡീലിയ മദർ ടിഞ്ചർ ഡ്രോപ്പ് ചെയ്തിട്ട് കഴിച്ചിട്ട് കിടക്കാൻ പറയും. ഒരു 10 to 20 ഡ്രോപ്സ് നമുക്ക് കൊടുക്കാം. അത് കഴിച്ചിട്ട് കിടക്കാൻ പറയും. അപ്പൊ ആ പേഷ്യന്റിന് ഒരു കുഴപ്പമില്ല, ഒരു നോർമൽ പീസ്ഫുൾ സ്ലീപ്പ് ആയിരിക്കും ആ പേഷ്യന്റിന് കിട്ടുക. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ എന്താ പറയാ, ഇപ്പൊ ഭയങ്കര കഫക്കെട്ടോ ചുമയോ അല്ലെങ്കിൽ ആസ്മാറ്റിക് ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നാട്രം സൾഫ് 6x വിത്ത് ക്യാംഫർ കൊടുക്കാം. അത് വേണമെങ്കിൽ ഒരു ടാബ് ഡെയിലി 3 times കൊടുക്കാം. പിന്നെ ഗ്രൈൻഡീലിയ മദർ ടിഞ്ചർ ഒരു 15 ഡ്രോപ്സ് അറ്റ് ബെഡ് ടൈമിൽ മാത്രം കഴിക്കാൻ പറയാം. ഇനി നാട്രം സൾഫ് അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ പൾമോ വൾപ്പിസോ
ആസിഡ് സൾഫോ കാലിനൈട്രിക്കോ ബ്ലാറ്റോ ഓറിയന്റാലിസോ ഏത് വേണമെങ്കിലും നമുക്ക് സിംറ്റം അനുസരിച്ച് കൊടുക്കാം. പക്ഷെ ഗ്രൈൻഡീലിയ മദർ ടിഞ്ചർ ബെഡ് ടൈമിൽ കൊടുക്കുന്നത് നല്ലതാണ്. അതാണ്. അതും ഗ്രൈൻഡീലിയം ഒരുപാട് കേസസിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള കേസസിന് കൊടുത്തിട്ടുണ്ട്. അതും നല്ല റിസൾട്ട് ആണ്. അരേലിയും നല്ല റിസൾട്ട് ആണ്, ഗ്രൈൻഡീലിയും നല്ല റിസൾട്ട് ആണ്. രണ്ടും നൈറ്റ് ടൈമിലാണ് അവർക്ക് കൂടുതൽ അഗ്രവേറ്റ് ചെയ്യുക. അപ്പൊ പേഷ്യൻസ് നമ്മളടുത്ത് പറയും രാത്രിയായാൽ കിടക്കാനേ പറ്റുന്നില്ല, ചുമച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ ശ്വാസം മുട്ടലാണെന്ന് പറയും. അതാണ്. ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, ഇത് രണ്ടും മാത്രമല്ല. അപ്പൊ ഹയോസയാമസ് ഒക്കെ ഉണ്ട്, നൈറ്റ് കഫിന് പണ്ട് കൊടുക്കും. കിടക്കാൻ പറ്റില്ല പറയും പേഷ്യന്റിന്, അപ്പൊ അത് ഹയോസയാമസും വളരെ നല്ല മെഡിസിൻ ആണ്. ഹയോസ് 30 ആണ് നമ്മൾ കൊടുക്കുക, ഹയോസയാമസ് അത് കൊടുക്കാം. പിന്നെ അതേപോലെ ഒരു വണ്ടർഫുൾ മെഡിസിൻ ആണ് ടാരന്റുല ക്യുബെൻസിസ് 30. ഭയങ്കര ചുമ, കുട്ടിക്ക് ഭയങ്കര സഫറിങ് എക്സ്പ്രഷൻ ആണ്, ചുമച്ച് ആള് ക്ഷീണിച്ചു, രാത്രിയാണ് ഒരുപാട് ചുമ, ഉറക്കമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ടാരന്റുല ക്യുബെൻസിസ് 30 കൊടുക്കാം. വണ്ടർഫുൾ റിസൾട്ട് ആണ്. ഇതിന്റെ കൂടെ ഇപ്പൊ ടാരന്റുല 30 ആണെങ്കിലും ഹയോസയാമസ് 30 ആണെങ്കിലും അതിന്റെ കൂടെ നമുക്ക് നാട്രം സൾഫത്ത് ക്യാംഫറോ അല്ലെങ്കിൽ കാലി സൾഫത്ത് ക്യാംഫറോ കൂടെ കൊടുക്കാം. അപ്പൊ അതും കൂടെ കൊടുക്കുമ്പോൾ നല്ലോണം സിവിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു 1 hour ഗ്യാപ്പിൽ കൊടുക്കാം, അതിന്റെ ഇല്ലെങ്കിൽ ഒരു 2 hours ഗ്യാപ്പിൽ കൊടുക്കാം. പിന്നെ കുറഞ്ഞു വരുമ്പോൾ ഒരു 3 times ഒക്കെ കഴിച്ച് ഒരു 15 ദിവസം കഴിച്ചിട്ട് നിർത്താൻ വേണ്ടി പറയാം. അങ്ങനെ ഇതൊക്കെയാണ് ലയിങ് ഡൗൺ അഗ്രവേഷനിൽ ഭയങ്കര കഫും ആസ്മയും വരുന്നത്. ഹയോസും ടാരന്റുലയും കഫാണ്, കിടക്കാൻ അവർക്ക് പറ്റില്ല, അത്രയും ചുമ. ഹയോസ് ഒന്നും കൂടെ സിവിയർ ആണെങ്കിലാണ് നമ്മൾ ടാരന്റുല ക്യുബെൻസിസ് കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണു. ഉണ്ട്, കുഴപ്പമില്ല. അടുത്ത മെഡിസിൻ ഫോർമാലിൻ ആണ്. ഫോർമാലിൻ എന്ന് പറയുമ്പോൾ ഒരു വണ്ടർഫുൾ ഡ്രഗ് ആണ്. That is formalin in hot water as vapor, most valuable therapeutic agent in pertussis, TB, in catarrhal affections of upper air passages, and all sorts of pathogenic organisms affecting the throat, lungs, etc. എന്ത് കേസിനും നമുക്ക് ഫോർമാലിൻ നമുക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ഒരു എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്നു. ഇപ്പൊ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ പറയും എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം ജലദോഷം വരികയാണ്. അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ ഫോർമാലിൻ കൊടുക്കാം. നമുക്ക് ഫോർമാലിൻ 30 പിൽസിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. ഒരു ഡെയിലി 3 times കൊടുക്കാൻ പറയാം. വേണമെങ്കിൽ ട്യൂബർക്കുലിനം അവെയർ കൊടുക്കാം. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് ട്യൂബർക്കുലിനം അവെയർ 30 കൊടുക്കാം, അല്ലെങ്കിൽ ഫോർമാലിൻ 30 കൊടുക്കാം. അത് വളരെ നല്ല മെഡിസിൻ ആണ് ഫോർമാലിൻ എന്ന് പറയുന്നത്, അത് കൊടുക്കാം. അതേപോലെ തന്നെ ഫോർമാലിന്റെ വേറൊരു പോയിന്റ് ആണ് പ്രിവെന്റ്സ് ഗ്രോത്ത് ആൻഡ് കിൽസ് ഓൾമോസ്റ്റ് എനി പത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. ബോഡിയിൽ എവിടെ എന്ത് ഗ്രോത്ത് ഉണ്ടെങ്കിലും, അതായത് ഇപ്പൊ ഒരു ഈവൻ ട്യൂമർ ആണെങ്കിൽ പോലും ഫോർമാലിൻ വളരെ നല്ല മെഡിസിൻ ആണ് ഫോർമാലിൻ, അത് കൊടുക്കാം. പിന്നെ അടുത്തത് അക്കോണൈറ്റ് ആണ്. സഡൻ ഒപ്രസ്ഡ് ബ്രീത്തിങ് സെറ്റ് ഇൻ വയലൻസ് വിത്ത് പെയിൻ ഇൻ ചെസ്റ്റ്. പെട്ടെന്നായിരിക്കും വരിക ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അതാണ് സഡൻ വയലൻസ്. നമുക്ക് അറിയാം അക്കോണൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും സഡൻ ആയിട്ട് വരുന്നതാണ്. വിത്ത് പെയിൻ ഇൻ ചെസ്റ്റ് ആണെങ്കിൽ അക്കോണൈറ്റ് നാപ്പലസ് 30 ആണ് കൊടുക്കുക. പിന്നെ അടുത്തത് എംബ്രാസ്ഡ് റെസ്പിറേഷൻ വിത്ത് ആസ്മാറ്റിക് സഫോക്കേഷൻ, അത് ചെലിഡോണിയം മദർ ടിഞ്ചർ. അതായത് അവർക്ക് ശ്വാസം മുട്ടലുണ്ടാവും, പക്ഷെ മറ്റുള്ളവർ കാണുമോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു നാണമായിരിക്കും. പിന്നെ ശ്വാസം എടുക്കണമെന്നുണ്ടാവും, പക്ഷെ ആരെങ്കിലും കണ്ടാലോ പറഞ്ഞിട്ട് ഒരു നാണിച്ചിട്ടായിരിക്കും ചെയ്യാം. അപ്പൊ അതാണ് ചെലിഡോണിയം മദർ ടിഞ്ചർ എന്ന് പറയുന്നത്, അതും കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടുക ഒബ്സർവേഷനിലാണ് കിട്ടുക. ഇപ്പൊ അക്കോണൈറ്റ് പേഷ്യന്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ വന്നാൽ നമുക്ക് പറയും ഡോക്ടർ ഇത് എവിടെയാണ് വേദനിക്കുന്നത്, ആ പോയിന്റ് ചെയ്യും നമുക്ക് ചെസ്റ്റിൽ, എന്റെ ചെസ്റ്റിൽ ഇവിടെയാണ് എനിക്ക് വേദനിക്കുന്നത് എന്ന് പറയും. അങ്ങനെ പേഷ്യന്റ് പോയിന്റ് ചെയ്യും, എനിക്ക് ഇവിടെ നല്ല വേദനയുണ്ട് ഡോക്ടർ, ഞാൻ ഇപ്പം മരിക്കുന്ന തോന്നുന്നത്, എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലുണ്ട് എന്ന് പറയുന്നത് അക്കോണൈറ്റ് ആണ്. അല്ലെങ്കിൽ എംബ്രാസ്ഡ് റെസ്പിറേഷൻ കാണുകയാണെങ്കിൽ അത് ചെലിഡോണിയാണ്. അപ്പൊ ഇതാ പറയുന്നത് ഒബ്സർവേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒബ്സർവേഷനിലൂടെ ഒരു മെഡിസിൻ കിട്ടുകയാണെങ്കിൽ, ഇതാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് 100% ഷുവർ ആയിട്ട് നമുക്കത് കൊടുക്കാം. വേറൊന്നും നമുക്ക് ചിന്തിക്കേണ്ട. ഇനി അടുത്തത് അർജന്റം നൈട്രിക്കും ഡിജിറ്റാലിസും ആണ്. അർജന്റം നൈട്രിക്കും 30 പറയുമ്പോൾ വൈറ്റൽ കപ്പാസിറ്റി ഓഫ് ലങ്സ് ലെസ്, എയർ കപ്പാസിറ്റി ഡിമിനിഷ്ഡ്. ഇതേപോലെ തന്നെ ഏത് ആസ്മാറ്റിക് കേസസിലും നമ്മൾ അർജന്റം നൈട്രിക് ഒക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര ശ്വാസം മുട്ടലായിരിക്കും, അപ്പൊ വേറൊന്നും കൊടുക്കില്ല, അർജന്റം നൈട്രിക്ക് മാത്രമാണ് കൊടുക്കുക. അതൊരു 1 hour ഗ്യാപ്പിൽ കൊടുക്കാൻ പറയും. ചിലപ്പോൾ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും തന്നെ പേഷ്യന്റ് എല്ലാം മാറും. അങ്ങനെ അതേപോലെ ഡിജിറ്റാലിസം അതേപോലെയാണ്. ഡിജിറ്റാലിസിന്റെ പോയിന്റ് പറയുമ്പോൾ ഫീലിംഗ് ആസ് എഫ് ഹി ഓർ ഷീ കുഡ് ഫിൽ ഓൺലി ഹാഫ് ഓഫ് ദ ലങ്സ്, ഡിസ്നിയ, ക്രേവിംഗ് ഫോർ ഓക്സിജൻ. ശരിക്കും ശ്വാസം എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും. ശ്വാസകോശങ്ങളിൽ ഓക്സിജൻ ഒരു പ്രാണവായു പകുതി മാത്രമേ നിറയുന്നുള്ളൂ എന്നൊരു തോന്നൽ. അതാണ്. വേണമെങ്കിൽ നമുക്ക് അർജന്റം നൈട്രിക്കും ഡിജിറ്റാലിസും രണ്ടും കൊടുക്കാം, 2 hourly കൊടുക്കാം. ഇപ്പൊ ചില കേസിലൊക്കെ അർജന്റം നൈട്രിക്കം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, എന്നിട്ടും അതിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്.
അതാണ് ഇപ്പൊ ഭയങ്കര അവർക്കൊന്നുമില്ല, ശ്വാസം എടുക്കാനേ പറ്റുന്നില്ല. ചിലപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് കേസ് അർജന്റം നൈട്രിക്കും കൊടുത്തിട്ടുണ്ട്, അതും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പാസിഫ്ലോറയാണ്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചത്. പാസിഫ്ലോറ പറയുമ്പോൾ ആസ്മ വിത്ത് നൈറ്റ് കഫ് 10 to 30 ഡ്രോപ്സ്. ഉറക്കമില്ലാത്ത പേഷ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇത് ബെഡ് ടൈമിൽ മാത്രം കൊടുത്താൽ മതി. 10 to 30 ഡ്രോപ്സ് ബെഡ് ടൈമിൽ മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ എവറി 10 മിനിറ്റ്സ് എന്താ പറയാ ഫ്യൂ ഡോസസ് കൊടുക്കും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉറക്കമില്ല, ഒട്ടും ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെയും കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ 10 to ഫ്യൂ ഡോസസ് നമ്മൾ 10 മിനിറ്റ്സ് ഗ്യാപ്പിൽ കൊടുക്കുമ്പോൾ പേഷ്യന്റ് ആ ഒരു സഫറിങ് നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ക്ലോട്ടൻഡിഗിന്റെ പോയിന്റ് എല്ലാവർക്കും അറിയാം. ജംപ് ഔട്ട് ഓഫ് ബെഡ് ആൻഡ് സ്ലീപ്പ് ഇൻ ചെയർ ബിക്കോസ് ഓഫ് സഫക്കേഷൻ അറ്റ് നൈറ്റ്. രാത്രിയാവുമ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചെയറിൽ പോയിരുന്ന് ഉറങ്ങും സഫക്കേഷൻ കാരണം. അതാണ് ക്ലോട്ടൻഡിഗ് 30. ഇനി ചിഹ്നം മാർസ് ആണെങ്കിൽ മസ്റ്റ് സിറ്റ് അപ്പ്, ബെൻഡ് ഫോർവേഡ് നിയർ ഓപ്പൺ വിൻഡോ ഡ്യൂറിങ് സഫക്കേഷൻ. ഒരു ജനല് തുറന്നിട്ടിട്ട് അവിടെ പോയിട്ടിരിക്കും ചിഹ്നം മാർസ് ആവുമ്പോൾ. ഇനി സാംബൂക്കസ് ആകുമ്പോൾ സഫക്കേഷൻ വിത്ത് ബ്ലൂനെസ് ഓഫ് ലിപ്സ് റിസംബ്ലിംഗ് ലാസ്റ്റ് സ്റ്റേജ്. ബ്ലൂ കളർ ലിപ്സ് ലാസ്റ്റ് സ്റ്റേജിന് റിസംബിൾ ചെയ്യുന്ന സഫക്കേഷൻ ആണ് സാംബൂക്കസ് കൊടുക്കുക. ഡോക്ടറെ, നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി എത്ര സ്ലൈഡ്, കൂടുതൽ സ്ലൈഡ് ഉണ്ടോ? ഇനി ഒരു 4 സ്ലൈഡും കൂടിയാണ് ഉള്ളത്. അത്രേ ഉള്ളൂ. പക്ഷേ അടുത്തൊരു ക്ലാസ് ആയിട്ട് എടുക്കാനും ഇല്ലല്ലേ? സമയം അടുത്ത സ്റ്റോപ്പ് ചെയ്യണോ? നമുക്ക് 10:28 4 സ്ലൈഡ് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തീരും അല്ലേ? ഒരു 5 മിനിറ്റ് കൊണ്ട് തീരും. എന്നാ പിന്നെ അതുകൂടെ എടുക്കാം, 5 മിനിറ്റ് കൊണ്ട് എടുക്കാം. ഓക്കെ, അടുത്തത് യൂപ്പറ്റോറിയ ആണ്. യൂപ്പറ്റോറിയം പറഞ്ഞു വെച്ചാൽ വറീഡ് ലുക്ക് ഓർ ആങ്സൈറ്റി വിത്ത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. ശ്വാസമുട്ടൽ കാരണം പേഷ്യന്റിന് ഭയങ്കര വറീഡ് ആയിരിക്കും, ആങ്ഷ്യസ് ലുക്ക് ആണെങ്കിൽ നമുക്ക് യൂപ്പറ്റോറിയം മദർ ടിഞ്ചർ കൊടുക്കാം. അതും ഒരുപാട് കേസിന് കൊടുത്തിട്ടുണ്ട്. യൂപ്പറ്റോറിയം മദർ ടിഞ്ചറും നാട്രം സൾഫത്ത് ക്യാംഫറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കൊടുക്കുക. അതിലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. യൂപ്പറ്റോറിയം ഒരുപാട് കേസിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെയുള്ളത് അടുത്തത് ഫൈറ്റിലക്ക ഡെക്കാൻഡ്രിയാണ്, വലേരിയാന. രണ്ടും എങ്ങനെയാ വെച്ചാലും എന്താ പറയാ, നമുക്ക് ത്രോട്ട് നമുക്ക് വായിൽ കാണാൻ വേണ്ടി പറ്റും. അതാണ് ഈ മെഡിസിന്റെ. ലൈക്ക് ഡോഗ്സ് മൗത്ത്, ലിപ്സ് ആർ ത്രൗൺ ഔട്ട്വേർഡ്, ലോവർ ലിപ് ഡ്രൗൺ ഡൗൺ ഇൻ എക്സ്ട്രീം കേസസ് ഇൻ ഡെസ്പെയർ. അത് മെയിൻലി കാണുക ലാസ്റ്റ് സ്റ്റേജിലാണ് കാണുക. പേഷ്യന്റ് ഇങ്ങനെ നാക്കൊക്കെ പുറത്തു വന്നിട്ട് വേദന കാരണം പേഷ്യന്റ് ഇങ്ങനെ നാക്ക് പിടിച്ചു വലിക്കുകയായിരിക്കും. അതാണ് ഫൈറ്റിലക്കയും വലേരിയാനയും പറയുന്നത്. നമുക്ക് ക്ലിനിക്കിന്റെ അടുത്ത് ഒരു പേഷ്യന്റിന് ഇതേപോലെ രാം സാറ് പറയും ഇങ്ങനത്തെ ഒരു പേഷ്യന്റിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് മെഡിസിൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷെ കണ്ടിട്ടുണ്ട്. രാം സാറ് കണ്ടു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് ക്ലിനിക്കിൽ വന്നിരുന്നപ്പോഴേക്കും പറഞ്ഞു ആ പേഷ്യന്റ് മരിച്ചു എന്ന്. ഏറ്റവും ടെർമിനൽ സ്റ്റേജിലാണ് പേഷ്യന്റ്. അങ്ങനെ ഒരു പേഷ്യന്റിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. നാക്ക് പുറത്തോട്ടിടും, അവരുടെ ത്രോട്ടൊക്കെ ഇങ്ങനെ വായിലായിരിക്കും വന്ന് നിൽക്കുക, എന്നിട്ട് ആ നാക്കിനെ പിടിച്ച് വലിക്കും. അത്രയും അവർക്ക് റെസ്റ്റ്ലെസ്നെസ്, ഒരു വെപ്രാളം കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അതാണ് ഫൈറ്റിലക്ക ഡെക്കാൻഡ്രിയും വലേരിയാന ഒഫിഷ്യനാലിസും. ലൈക്ക് ഡോഗ്സ് മൗത്ത്, ലിപ്സ് ആർ ത്രൗൺ ഔട്ട്വേർഡ്, ലോവർ ലിപ് ഡ്രോൺ ഡൗൺ. ഇത് മെയിൻലി ടെർമിനൽ കേസസിലാണ് ഇത് കാണാൻ പറ്റുക. പിന്നെ സോൾഡാഗോ പറയുമ്പോൾ കണ്ടിന്യൂസ് ഡിസ്നിയ. അപ്പൊ യൂറിനറി കംപ്ലൈൻസ് വിത്ത് ഡിസ്നി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മെഡിസിൻ ആണ് സോൾഡാഗോ വർഗ മദർ ടിഞ്ചർ. ഇപ്പൊ യൂറിനറി കംപ്ലൈൻസോ കിഡ്നി ട്രബിൾസോ ഉണ്ട്, അതിന്റെ കൂടെ ഡിസ്നിയും ഉണ്ടെങ്കിൽ നമുക്ക് സോൾഡാഗോ വർഗ മദർ ടിഞ്ചർ കൊടുക്കാം. പിന്നെ അടുത്തത് തന്നെ കുറാരെ ഉറാരി. അത് ത്രെറ്റൻഡ് പാരാലിസിസ് ഓഫ് റെസ്പിറേഷൻ ഓൺ ഫോളിംഗ് അസ്ലീപ്, വെരി ഡിസ്ട്രെസിംഗ് ഡിസ്നിയ, പാരാലിസിസ് ഓഫ് റെസ്പിറേറ്ററി മസിൽസ്, ഷോർട്ട് ബ്രെത്ത് ആൻഡ് ഷോർട്ട് ഡ്രൈ കഫ് വിച്ച് പ്രൊവോക്ക് വോമിറ്റിംഗ്. കുറാരെ 30-200 ഒക്കെയാണ് സേഫ്. ലോ പൊട്ടൻസി അത്ര നല്ലതല്ല, അതും നല്ലതാണ്. പിന്നെ ലാസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ മോസ്കസ് എന്ന് പറയുമ്പോൾ ബെൻഡ് ബാക്ക്വേർഡ് ആൻഡ് ക്രൈസ് ഔട്ട് നൗ ഇറ്റ്സ് ഓവർ മൈ ബ്രെത്ത് ഹാസ് ഗോൺ. ഇപ്പൊ ചില കുട്ടികൾക്കാണെങ്കിലും കരഞ്ഞ് ഒരു സെക്കൻഡിലോട്ട് ചിലപ്പോൾ ശ്വാസം നിൽക്കുന്ന പോലെ അവർക്ക് തോന്നും. അങ്ങനെയുള്ളപ്പോൾ കൊടുക്കേണ്ട മെഡിസിൻ ആണ് മോസ്കസ്. മീൻസ് കരഞ്ഞിട്ട പേഷ്യന്റ് വിചാരിക്കും മരിച്ചു പോയി, എല്ലാ ശ്വാസവും നിന്ന് പോയി എന്ന് വിചാരിക്കും. പക്ഷെ അത് പിന്നെ തിരിച്ചു വരും. ഒരു മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വരും. പക്ഷെ ആ ഒരു സമയം വിചാരിക്കും ഒന്നുമില്ല പോയി എന്ന്. അപ്പൊ അങ്ങനെയുള്ള കേസിന് കൊടുക്കേണ്ട മെഡിസിൻ ആണ് മോസ്കസ്. 30 ആണ് നമ്മൾ കൊടുക്കാറ്, 30th പൊട്ടൻസി ആണ് കൊടുക്കാറ്. Bend backward and cries out, now it's over, my breath has gone. Breathing ceases for 1 or 2 minutes after taking deep breath. Moscus 30 ആണ് കൊടുക്കുക. പിന്നെ അടുത്തത് എന്താ വെച്ചാൽ will give much power to lungs and increases endurance tremendously. ഇതെന്താ വെച്ചാൽ ഇപ്പൊ ജനറലി ഇപ്പൊ പേഷ്യന്റ് ഭയങ്കര വീക്ക് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റെർക്കൂലിയ മദർ ടിഞ്ചർ. ട്രൈക്കോപ്പസ് സെയിലാനിക്കസ് എന്ന് പറയുന്നത് ആരോഗ്യ പച്ചയാണ്, പക്ഷെ നമ്മളുടെ ഹോമിയോപ്പതിയിൽ ഇല്ല.
പക്ഷെ വെരി ഗുഡ് മെഡിസിൻ ആണ്. സ്റ്റെർക്കൂലിയ ഹോമിയോപ്പതിയിലുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ സ്റ്റെർക്കൂലിയ കഴിച്ചാല് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫുഡ് ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഫോറസ്റ്റിലൂടെയൊക്കെ പണ്ട് കാട്ടിലൂടെയൊക്കെ നടക്കുന്നവര് ഈ സ്റ്റെർക്കൂലിയും ട്രൈക്കോപ്പസും കഴിച്ചിട്ടാണ് നടക്കുക. കാരണം അവര് എത്ര ദിവസം ഒരുപാട് ദിവസം നടക്കാനുണ്ടാവും അവർക്ക് കാട്ടിലൂടെ. ഒരു ഭക്ഷണവും ഇല്ലെങ്കിലും അവർക്ക് അതിനുള്ള സ്ട്രെങ്ത് കിട്ടും. അങ്ങനെ ഒരു അതാ പറയുന്നത് ഗിവ് മച്ച് പവർ ടു ലങ്സ് ആൻഡ് ഇൻക്രീസ് എൻഡുറൻസ് ട്രെമൻഡസ്ലി. സ്റ്റാമിന കൂടാൻ വേണ്ടിട്ട് കൊടുക്കുന്നതാണ് സ്റ്റെർക്കൂലിയ, ട്രൈക്കോപ്പസ്, കോക്ക. അതൊക്കെ ട്രൈക്കോപ്പസ് ഇല്ല, നമ്മൾ കൂടുതലും കൊടുക്കുക സ്റ്റെർക്കൂലിയാണ്. ഭയങ്കര വീക്കായി തോന്നുന്നു, അവർക്ക് പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല, റെസ്പിറേറ്ററി കംപ്ലൈന്റ് ഒന്നും ഇല്ല, പക്ഷെ അങ്ങനെ ഒട്ടും നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് നമുക്ക് സ്റ്റെർക്കൂലിയ മദർ ടിഞ്ചർ നമുക്ക് കൊടുക്കാം. അതും ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. താങ്ക് യു. കഴിഞ്ഞു ഡോക്ടർ. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ തീർന്നു. നമുക്ക് എന്ന് പറഞ്ഞാൽ 32 ആയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഇതിനകത്ത് ആർക്കെങ്കിലും ഒക്കെ സംശയങ്ങളും എല്ലാം ചോദിക്കാനുണ്ടെങ്കിൽ ഒരു നമുക്ക് സമയം കിട്ടിയില്ല എന്നേ ഉള്ളൂ. അതിൽ സാരമില്ല. പക്ഷെ മിക്കവാറും ഡോക്ടറുടെ ക്ലാസ് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. ഇനി ഇല്ലെങ്കിൽ ഇത് നമുക്ക് നാളെ യൂട്യൂബിൽ കിട്ടും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടെ നോക്കാവുന്നതാണ്. അത്രയ്ക്ക് നല്ല ക്ലാസ്സാണ് സാറ് ഡോക്ടർ ഇന്ന് എടുത്തത്. ആദ്യമായി ഇത്രയും നല്ല ധൈര്യത്തോടും നല്ല സ്ഫുടമായിട്ട് ആണ് ഡോക്ടർ ക്ലാസ് എടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് സമയത്തിൻ്റെ കുറവ് മൂലം നന്ദി പറയുന്നതിന് ഷഫീഖ് ഡോക്ടറെ വിളിക്കുകയാണ്. ഷഫീഖ് ഡോക്ടറെ. ഷഫീഖ് ഡോക്ടറെ. ഷഫീഖ് ഡോക്ടർ ഇല്ലേ? ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലാണെങ്കിലും ഇടുക. പിന്നീടാണെങ്കിലും അത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. പൊതുവാൾ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ നന്ദി പറയാവോ? പൊതുവാൾ ഡോക്ടറെ ഒരു നന്ദി പറയാവോ? ഹലോ ഡോക്ടറെ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ശ്രീലയ ഡോക്ടറെ നേരത്തെ എനിക്ക് അറിയുന്നതാണ്, പേഴ്സണലായിട്ട് അറിയുന്നതാണ്. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു. വെച്ചാല് വളരെ ഫ്ലുവന്റ് ആണ്, അതുപോലെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ, വളരെ വ്യക്തമായി ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് ആ എക്സ്പീരിയൻസിന്റെ ആ ഒരു ഇത് ഓരോ വാക്കിലും കാണാനുണ്ട്. അതേപോലെ തന്നെ എന്ന് വെച്ചാല് അത് പറയുന്നവർക്ക്, കേൾക്കുന്നവർക്ക് ആ ഡോക്ടർ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഓരോരുത്തരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ എല്ലാവർക്കും എന്റെ സ്വന്തം പേരിലും IUPHന്റെ പേരിലും നന്ദി പറയുന്നു. ഡോക്ടർക്ക് പ്രത്യേകിച്ച്, അതുപോലെ രാം സാറിന് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ്, സാറിന് പറയുന്നു. അതുപോലെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും ഒരു കാര്യം കൂടെ പറയാം. ഒരുപാട് മെഡിസിൻസ് ഉണ്ട് റെസ്പിറേറ്ററി കംപ്ലൈന്റ്സിൽ, ഇനിയും വായിക്കണം, എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞത് നമുക്ക് വെരിഫൈഡ് ആയിട്ടുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി മെഡിസിൻസ് ഒന്നും നോക്കാതെ പോവരുത്, അതും നോക്കണം പ്രാക്ടീസിൽ. സ്ക്രീൻ ഒന്ന് ക്ലോസ് ചെയ്യാവോ? ഏതായാലും ഇത്രയും നല്ലൊരു ക്ലാസ് നമുക്ക് വന്ന ഡോക്ടർക്ക്, ശ്രീലേഖ ഡോക്ടർക്ക് ഒന്നുകൂടി നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും നല്ല സ്മാർട്ടായിട്ടും അത്രയും ഒരു എക്സ്പീരിയൻസ് രാമകൃഷ്ണൻ ഡോക്ടറുടെ ഇന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. പ്രത്യേകം രാമകൃഷ്ണൻ ഡോക്ടർക്ക് ഒരു നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ എത്തണം അപേക്ഷിക്കുകയാണ്. വലിയൊരു അറിവാണ് ഇത് കിട്ടുന്നത്. കാരണം പ്രാക്ടിക്കലായിട്ട് കൊടുത്ത് നമുക്ക് അനുഭവത്തിൽ ഇത് കണ്ടൊരു കാര്യം ഡോക്ടർ പറഞ്ഞു തരുമ്പം നമുക്ക് കുറെ കൂടെ ധൈര്യം എല്ലാവർക്കും തന്നെ കിട്ടുകയാണ്. സീനിയേഴ്സ് എന്നല്ല, ജൂനിയേഴ്സ് എന്നല്ല, എല്ലാവർക്കും കിട്ടുകയാണ്. അതുകൊണ്ട് വീണ്ടും ഇതുപോലെ നല്ല ക്ലാസ്സുമായിട്ട് വരണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ വളരെയധികം ഡോക്ടേഴ്സ് പങ്കെടുത്തിട്ടുണ്ട്. ഡോക്ടർമാർക്ക് എല്ലാവർക്കും പ്രത്യേകം, ഹോമിയോപ്പതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം
നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1794 പ്രതിദിന സൂം വെബിനാർ വിജയകരമായി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും മാഡം, ഒരു ഡോക്ടർ ചോദിച്ചിട്ടുണ്ട് ലങ്സ് ചുരുങ്ങുന്നതിന് ഏത് മെഡിസിൻ കൊടുക്കാന്ന്. അത് മാത്രം പറയാം, അയഡം 30 ആണ് മെഡിസിൻ. അട്രോഫി ഓഫ് ലങ്സ് എന്ന് പറഞ്ഞാൽ അയഡം 30 ആണ്. item 30. അട്രോഫി ഓഫ് ലങ്സ്. സമയം പോയതുകൊണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കാതിരുന്നത്. അപ്പം ജയലളിത ഡോക്ടറാണ് സംശയം ചോദിച്ചിരുന്നത്. എന്തായാലും വളരെ വളരെ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഡോക്ടർ.